നമസ്കാരം. പീപ്പിൾ കേരളയിലേക്ക്. പീപ്പിൾ കേരള പല സർവേകളും ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. വലിയ രീതിയിലേക്കാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തത്. എല്ലാ മണ്ഡലങ്ങളിലും പോയി ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് രേഖപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് പീപ്പിൾ കേരള ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമായ ബേപ്പൂരിലാണ്. UDF വേണ്ടി PV അൻവറും LDF വേണ്ടി മുഹമ്മദ് റിയാസും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾ കേരള സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 300 പേരാണ്. ഇനി ബേപ്പൂർ മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാവരും സർവേകൾ പങ്കുവെക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാറാണ് പതിവ് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. റിയാസ് ആയിരിക്കും എന്റെ കണക്കല്ലേ. എന്തുകൊണ്ടാണ് റിയാസ് ആയിരിക്കും എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിൽ അങ്ങനെ തോന്നുന്നത് വേറെ ഒന്നല്ല. എന്തുകൊണ്ടാണ് മനസ്സിൽ തോന്നാൻ കാരണം? അവനെ കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ നടന്നല്ല പറഞ്ഞത്. അവിടെ ഉള്ളൊരു കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പൊ റിയാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ വികസനങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ വികസനം ചെയ്ത് നല്ലൊരു ചന്തയിൽ നല്ലൊരു ഹോസ്പിറ്റൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. 95% ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5% കിട്ടിയാൽ ഒരു അൻവറിന് കിട്ടും. അത്രയും നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ 5% എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ അയാളിപ്പോ ഒരു ഡേബിൽ LDF ഒന്നും കൊണ്ട് UDF പോയ മനുഷ്യനല്ലേ. അപ്പൊ അത്രയൊക്കെ തന്നെ നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ. സംശയമില്ല റിയാസ്. അതുകൊണ്ട് സംശയമില്ല റിയാസ് എന്ന് പറയുന്നത്. അത്രമാത്രം ഇതുണ്ട്. ബേപ്പൂരാക്കി മാറ്റി എന്നേ വരെ MLA-മാരിൽ വന്ന് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പുരോഗതി ഉള്ളത് റിയാസ് വന്നതിന് ശേഷം ബേപ്പൂർ മണ്ഡലം എന്ന് അറിയപ്പെട്ടത് തന്നെ മുമ്പ് BJP കോലിപി സഖ്യം ഉണ്ടായതെന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്നിപ്പോ രണ്ടാമത് അറിയപ്പെടുന്നത് മുഹമ്മദ് റിയാസിന്റെ പേരിലാണ്. റിയാസാവാനാ സാധ്യത. അതെന്തുകൊണ്ടാണ് റിയാസാനോ സാധ്യത എന്ന് പറയുന്നത്? അവിടെ അങ്ങനെയാണ്. അവിടെ അങ്ങനെയാണ്. റിയാസ് കുഴപ്പമില്ല. ഇപ്പൊ മണ്ഡലത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അത് റിയാസ്ക. അതെന്തുകൊണ്ടാണ് റിയാസ്ക എന്ന് പറയുന്നത്? റിയാസ്ക എന്ന് പറഞ്ഞാല് നമ്മളെ മുത്താണ് ഇവിടെ ബേപ്പൂര്. എവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പാഞ്ഞു വരും. വികസനങ്ങള് ഒക്കെ നമ്മള് കാണണല്ലേ. അതുകൊണ്ട് ആര് ജയിക്കുന്ന? റിയാസ്ക. ഉറപ്പാ? ഉറപ്പാണ്. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഇക്കാലം കാണാത്ത വികസനങ്ങൾ ഇവിടെ കാണുന്നത്. ആണോ? ഇത്രയും കാലം ഇവിടെ ഭരിച്ച ആൾക്കാർ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ഇവിടുത്തെ വികസനങ്ങൾ എന്താന്ന് ചോദിച്ചാല് ഒരുപാട് വികസനങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറയാനൊന്നും വയ്യ. എന്തായാലും വികസനങ്ങളാണ് ഉള്ള. ഇതിപ്പോ ആര് ജയിച്ചാല് ഈ പാവങ്ങളെ കണ്ടറിയണോ? അല്ല, റിയാസ് ആണോ അൻവറാണോ ജയിക്കുക? ഇത് ജയിക്കുന്നതിന് ആരാനല്ല, ഈ പാവങ്ങള് കണ്ടറിയുന്ന ആൾക്കാരാണ് ഇവിടെ വേണ്ടത്. ആരും വന്നാലും കുഴപ്പമൊന്നുമില്ല. റിയാസോ? അതെന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? എല്ലാവർക്കും ഇപ്പൊ ഇവിടെ പോലെ അല്ലാണല്ലോ മുൻഗണനയായിട്ട് നിൽക്കുന്നത്. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിയാസ് അത്യാവശ്യം നല്ല വികസനം കാഴ്ചവെക്കുന്നുണ്ട്. ആണോ? കാഴ്ചവെക്കുന്നുണ്ട്. ജയിക്കണമെന്നാ പറയുന്നത്? ജയിക്കും. അൻവറിന്റെ വ്യക്തമായ നിലപാടില്ലാത്ത നമുക്ക് താല്പര്യമില്ല. ആണോ? വ്യക്തമായ നിലപാടില്ലാത്ത എന്തുകൊണ്ടാ പറയുന്നത്? അങ്ങനല്ല, അവിടെയും ഇവിടെ ചാടി കളിക്കുന്നത്. സ്ഥിരമായിട്ടൊരു മണ്ഡലത്തിൽ നമുക്ക് മണ്ഡലത്തിലുള്ള ആള് സ്ഥാനാർത്ഥിയാവണം. അതാണ്, അല്ലാണ്ട് മറ്റേ പുറത്തുള്ള ആള് സ്ഥാനാർത്ഥിയാവണമെന്നാണ് ഉദ്ദേശം. വേറെ ഒന്നും കൊണ്ടല്ല. അത് എന്തുകൊണ്ടാണ് റിയാസിന് സാധ്യത എന്ന് പറയുന്നത്? ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ട് അതുകൊണ്ട് റിയാസിനാണ് സാധ്യത. ഇപ്രാവശ്യം അൻവറാ വരിക. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തുകൊണ്ട് പറഞ്ഞാൽ മറ്റേ റിയാസ് കയറിയിട്ട് റിയാസ് ആ ബേപ്പൂർ ടെസ്റ്റ് അല്ലാതെ വേറെ വികസനമായിട്ടൊന്നും ചെയ്തിട്ടില്ല. രണ്ടുപേർക്കും ഒരേപോലെ ചാൻസ് കാണുന്നത്. സമയമുണ്ടല്ലോ, പ്രവർത്തനം എങ്ങനെയാന്ന് നോക്കുമല്ലോ. അൻവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നോക്കാം. റിയാസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? നല്ല പ്രവർത്തനമാണ് ഇവിടെ. ആണോ? റിയാസിന്റെ മേഖലയിലെല്ലാം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് റിയാസിനോട് വരുള്ളൂ. നല്ല അഭിപ്രായം എന്ന് പറയാൻ കാരണം എന്താ? നല്ല പ്രവർത്തനങ്ങളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. MLA നിലയ്ക്കും പിന്നെ മന്ത്രി നിലയ്ക്കും നല്ല പ്രവർത്തനം ചെയ്യുന്നു. ഇവിടെ റിയാസാണ് ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത്രയും നല്ല വികസനം നടത്തി. റിയാസ് ജയിക്കുന്നു. കേരളം നമ്മുടെ ഈ നിയോജകമണ്ഡലം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വികസനം ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഏറ്റവും നല്ല വികസനം ഇപ്പോഴാണ് കാണുന്നത്. റോഡുകള്, പാലങ്ങള്, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങളൊക്കെ നമ്മൾ ജയിക്കുക. അവിടെ റിയാസ്, മുഹമ്മദ് റിയാസ്. റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ മണ്ഡലമാണത്. ആ വികസനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും വികസനം ഉണ്ടാവും. ആ മണ്ഡലം ആയതിന്റെ പേരിൽ ഇവിടെ മുഹമ്മദ് റിയാസ് അല്ലാതെ വേറെ ആരും ജയിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനം അത്രയും വികസനം മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരാള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അൻവറിന് പിടിച്ചെടുക്കാൻ കഴിയില്ല. അൻവർ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു തുറുപ്പ് ഷീറ്റ് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ അയാൾക്ക് എന്ത് ഡിഗ്നിറ്റി ഉള്ളത് ഇവിടെ? ഒന്നുമില്ല. ഇവിടെ റിയാസ് ജയിക്കുള്ളൂ. മിനിമം 30,000 വോട്ടിന് റിയാസ് ജയിക്കും. കഴിഞ്ഞ തവണത്തിലും കടത്തി കൂടുതൽ കിട്ടും. അത് അൻവർ ആയതുകൊണ്ട് തന്നെയാണ് കിട്ടുമെന്ന് പറഞ്ഞത്. അൻവറിന് ജനങ്ങൾ എതിരാണ്. സ്വന്തം MLA എന്ന മണ്ഡലത്തിൽ പോലും അൻവർ തോക്കാണ് ചെയ്തത്. ഏത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെ. അപ്പൊ ഇവിടെ ഇതെന്ന് പറഞ്ഞാല് വളരെ കാലം മുമ്പ് ഇവിടെ ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്.
ഇവിടെ റിയാസിന് കഴിഞ്ഞ പ്രാവശ്യം 25,000 വോട്ടുണ്ടായിരുന്നു. ജയിക്കുന്നാണോ പറയുന്നത്? ജയിക്കുന്നല്ല, ഭൂരിപക്ഷം വളരെ കൂടുതലായിരിക്കും. ഇവിടുത്തെ റോഡ് കണ്ടില്ല നിങ്ങൾ? എന്താ വികസനം, ഇടവകളിൽ വികസനം ഉണ്ട്. നമ്മൾ ഈ തുറമുഖം, ബേപ്പൂർ തുറമുഖത്തിന് വേണ്ടി നവീകരണങ്ങളൊക്കെ വെച്ച് നല്ല വികസനങ്ങളാണ്. ആണോ? റിയാസ് തന്നെ ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അത്രയും വ്യക്തമാണോ? കൺഫേം, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. റിയാസ് കൺഫേം ജയിക്കും. റിയാസ് ജയിക്കട്ടെ. എന്തുകൊണ്ടാ റിയാസ് ജയിക്കട്ടെ പറഞ്ഞത്? അല്ല, റിയാസ് ആണല്ലോ അതില് ജയിച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തിക്കുന്നൊക്കെ പറയും. നമുക്കൊക്കെ കണക്ക് തന്നെ ആര് ജയിച്ചാലും. പക്ഷെ റിയാസ് ജയിക്കട്ടെ എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? റിയാസ് ആണല്ലോ പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചൊക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. റിയാസ് ഇല്ലാതെ വേറെ ആരും ജയിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതെങ്ങനെ പറയുന്നതിനും നല്ല പ്രവൃത്തിയാണ്, നല്ല ഇതാണ്, നല്ല വ്യക്തിയാണ്. അതുകൊണ്ട് കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം, ബേപ്പൂരെ സംബന്ധിച്ചിടത്തോളം റിയാസ് അല്ലാതെ ഒറ്റ കുടിയാർ ജയിക്കില്ല. അത് എന്റെ അഭിപ്രായമാണ്. ആണ്. ഉറപ്പാണ് റിയാസ് തന്നെ ജയിക്കും. ആണോ? റിയാസ് അങ്ങനെ കൃത്യമായി പറയുന്നത് കേട്ട് പറയുന്നത് മുപ്പര് പറഞ്ഞു തന്നെ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം. റിയാസ് തന്നെ എന്തുകൊണ്ടാ റിയാസിന്റെ പ്രവർത്തന രീതിയും എന്തായാലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കാം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ തന്നെയല്ലേ ഈ അവരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം ഇല്ലാണ്ട് ഓടും. അവരുടെ കാര്യത്തിന് ഭക്ഷണം ഇല്ലാണ്ട് ഓടുന്നുണ്ട്. റിയാസിനല്ലാതെ വേറെ ഒരു ചാൻസ് ആയിരിക്കും കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം റിയാസ് വളരെ ആക്റ്റീവ് ആണ് ഇവിടെ കാണുന്നത്. അവരെ ജയിക്കുന്ന പറയുന്നത് ഷുവർ. കാരണം റിയാസ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് കോഴിക്കോട് ബീച്ച് ഒക്കെ കണ്ടതല്ലേ. പല ആളില്ല, എന്താണ് റിയാസ് പല നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. ആര്? റിയാസ് നല്ല കാര്യം പലരും ചെയ്തിട്ടുണ്ട്. റിയാസ് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പല അതുകൊണ്ട് ആരാ ജയിക്കുക? അതുകൊണ്ട് മുപ്പതും ജയിക്കാൻ സാധ്യത. മൂപ്പരാണ് ജയിക്കാറില്ല. എന്തുകൊണ്ടാണ് മൂപ്പരാൻ ജയിക്കുന്നത് പറയാൻ കാരണം? ജയിക്കുന്ന മൂപ്പര് MLA ആണ്, പിന്നെ മന്ത്രിയാണ്, പിന്നെ ഇത്രയും കാലം 5 കൊല്ലം ഇവിടെ വേണ്ടമാതിരി പ്രവർത്തിച്ച ആളാണ്. നമ്മൾ ആ രാഷ്ട്രീയക്കാരനല്ല, ഇടതുപക്ഷത്തിന്റെ ആളല്ല നമ്മള്. അത് നമ്മൾ അഭിപ്രായം നമ്മൾ പറയാണ്. റിയാസ് എന്താ സംശയം? റിയാസാണ് ജയിക്കാൻ സാധ്യത. എന്താ സംശയം എന്നാ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, എന്താ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കാനില്ല. എന്ന് പറഞ്ഞാലും ജയിക്കുമെന്ന് പറയാനുള്ള സാധ്യത എന്താണ്? സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ ഞാൻ കണ്ടുള്ളത്. എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ പറയുന്നത്. മാറ്റങ്ങൾ, പാലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ഇവിടെ എത്രയോ കാലങ്ങളായി ഭരിക്കുന്നു ഇല്ലേ? ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. റിയാസ് 35,000 വോട്ടിന് ജയിക്കും. എത്ര? 35,000 വോട്ട് പാട്ടംപാടി ജയിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ മൂപ്പര് ടെൻഡറാണ്. ആണോ? ഉറപ്പാണോ? ഇവിടെ ആൾക്കാർ പലരും പറയും റിയാസ് പാട്ടംപാടി ജയിക്കും. ആണോ? അതെന്തുകൊണ്ടാ റിയാസ് ജയിക്കും പറയുന്നത്? റിയാസ് നാട് മൊത്തം എല്ലാരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ആണോ? വികസനങ്ങള്. ആണോ? പിന്നെ തീർച്ചയായും ബേപ്പൂർ മണ്ഡലം മാറിയിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങളൊന്ന് ബേപ്പൂരിലേക്ക് പോയി എന്ത് അടിപൊളിയായിട്ടല്ലേ വെച്ചുള്ളത്. വേണ്ടിയത് റിയാസ വേണ്ടി എന്തുകൊണ്ടാ പറയുന്നത്? എന്താ കൊണ്ടോ ഓനെ കൊണ്ടോ ഉപകാരമുണ്ട്. ആണോ? നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്ത് ഉപകാരം ഉണ്ടായിരുന്നു? ഓരോ പെൻഷന്റെ നാട് നന്നാക്കല് റിയാസ് മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. കേരളത്തിലെ ഒരു 9 വയസ്സ് 10 വയസ്സുള്ള കുട്ടീനോട് ചോദിച്ചാൽ ആ കുട്ടി പറയും പവർ കട്ട് എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് അറിയില്ല. ഞാൻ ചോദിക്കുന്നത് റിയാസ് ആരാണ് ജയിക്കേണ്ടത് എന്നുള്ള? അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ പറയണേ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണോ? ഒരു 10 വയസ്സുള്ള കുട്ടീനോട് പവർ കട്ട് ചോദിച്ചാൽ കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് അറിയില്ല. കെട്ടിടം, ആ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കെട്ടിടം ഒന്ന് എങ്ങനെയാണെന്നുള്ള കുട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു 15 വർഷം മുമ്പുള്ള കെട്ടിടം അല്ലെന്ന്. റോഡ്, പാലം, വികസനം, അതുപോലെ ക്ഷേമ പെൻഷൻ. റിയാസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാം കൊണ്ട് വികസനം ഉണ്ട് കോഴിക്കോട്. ജയിക്കുന്ന പറയുന്നത് 100% ജയിക്കും. റിയാസ് ഞാൻ ആ പാർട്ടിക്കാരനല്ലെങ്കിലും കൂടിയിട്ട്, പക്ഷെ റിയാസ് ഇവിടെ ജയിക്കണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് റിയാസ് വന്നതിന് ശേഷം ഇവിടെ കുറെ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണിന് മുന്നിൽ. അതുകൊണ്ട് അതിന് എനിക്ക് നല്ല ഒരു താല്പര്യമുണ്ട്. റിയാസ് ജയിക്കണം. നമ്മളെ ഈ ഏരിയ ഫുള്ള് റിയാസ്. നമ്മുടെ ഒരു ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഒരു മന്ത്രിനെ കാണാറില് ഒരു കൊടി മാത്രം നമ്മൾ കാണല്. എന്നത് ഇപ്പം മന്ത്രി നമ്മുടെ മുറ്റത്തും നമ്മുടെ വീട്ടിലും നമ്മളായിട്ട് സമ്പർക്കങ്ങൾ പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ മന്ത്രി, നമ്മളെ MLA ആണ് റിയാസ്, നമ്മളെ മന്ത്രിയാണ് റിയാസ്. നമ്മളെ ഈ നാടിന് വേണ്ടിയിട്ട് കണ്ണുവട്ടമാരെന്നല്ലല്ലോ ഇവിടെ ജനങ്ങള്. ഈ ജനങ്ങൾ മൊത്തം കാണുന്നതാണ് ഈ റോഡിന്റെ വികസനങ്ങള്, സ്കൂളിന്റെ വികസനങ്ങള്, ഹോസ്പിറ്റലിന്റെ വികസനങ്ങള്, ഓരോന്നായിട്ട് വികസനം നടത്തിക്കൊണ്ടിരിക്കണതാണ് റിയാസ്. എന്താ ഈ ജനങ്ങളൊക്കെ ഇത്ര പൊട്ടന്മാരാണോ അൻവർ ജയിക്കുന്ന പറയാന്? പൊട്ടന്മാരെന്നല്ല, കണ്ണുകെട്ടന്മാരാണെങ്കിൽ ഇത് റിയാസ് ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അൻവർ ജയിക്കുന്നു പറഞ്ഞാല് പൊട്ടന്മാരാ. മിക്കവാറും അൻവറായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് അങ്ങനെയാണ് മനസ്സിലുള്ളത്. ആണോ? ആണ്. ചാൻസ് കൂടുതൽ റിയാസിന് തന്നെയാണ്. കാരണം ഇവിടെ ഇത്രയും കാലം LDFന്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അൻവർ ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്ന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, കണ്ടറിയാം. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ചാൻസ് റിയാസിനാന്ന് പറയാൻ എന്തുകൊണ്ടാണ്? അല്ല, ഇത്രയും കാലം LDFയുടെ ഒരു കുത്തകയായിരുന്നു ബേപ്പൂര്. അപ്പൊ ഇനി അത് തന്നെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും തോന്നുന്നില്ല. റിയാസ് ജയിക്കും. റിയാസ് എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന് ഭൂരിപക്ഷം കൂടുതലാണ്. റിയാസിന് ഭൂരിപക്ഷം കൂടുതലാണ്. ഇങ്ങോട്ട് നോക്കോ? ഭൂരിപക്ഷം കൂടുതലുണ്ട്. ആണോ?
അതുകൊണ്ടാണോ ഉണ്ടാവും. റിയാസ് അതെന്തുകൊണ്ടാ ആണോ ഉറപ്പാണോ അതെന്തുകൊണ്ടാ അങ്ങനെ പറയാം ഏതോ സംഭവத்துக்கு வெளிச்சா உடனே பட்டணம் தமிழ்நாடா நீங்க தமிழ்நாடா நீங்க இங்க ஓட்டு இருக்கா யாருக்கு ஓட்டு பண்ணிடும் ரியாஸ்க்கு தான் வேணும். ஆமாவா அப்ப வந்து ஓட்டு இருக்கீங்க ஓட்டு இருக்கு. ரியாஸ்க்கு தான் பண்ணிடும் ரியாஸ்க்கு தான் யாரு வின் பண்ணிடும் വിൻ பண்ணோம். റിയാസ് ഇല്ല ജയിക്കണ്ടേ? എനിക്കറിയില്ല നിങ്ങളാ പറയണ്ടേ നിഷാദേ ഇവിടെ ആരാ ജയിക്കുക? റിയാസ് അല്ലേ ജയിക്കട്ടെ? റിയാസ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവര്. ആണോ മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കാ അവിടെ ചാൻസ് കൂടുതൽ ചാൻസ് അൻവറിനാണ്. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത് ഇത് പറഞ്ഞില്ലേ മാറ്റം കുറെ ആയില്ലപ്പോ അവര് വരിക്കില്ല, ഇനി ഒരു മാറ്റം വരട്ടെ. റിയാസിനാണ്. എന്തുകൊണ്ടാ അത് റിയാസിനാന്ന് പറയുന്നത് നല്ല പുരോഗതിയില്ലേ? റോഡൊക്കെ നല്ല പണിയല്ലേ? എല്ലാ റോഡും വന്നല്ലേ? ജയിക്കുന്ന പറയുന്നത് ഓക്കെ. റിയാസിനെ ജയിക്കുള്ളൂ. അതെന്തുകൊണ്ടാ അങ്ങനെ ജയിക്കൽ റിയാസ് തന്നെ റിയാസിന്റെ വ്യക്തിപരമായിട്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത്. പിന്നെ പ്രത്യേകിച്ച് ആരും കുറ്റം പറഞ്ഞ വ്യക്തിയല്ലല്ലോ റിയാസ്. എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത് പേര് എന്താണ്? റിയാസിന്റെ ആൾക്കാരെ കൊണ്ട് പറയുന്നത്. എന്താണ് ഇതിൽ പ്രത്യേകത കാണുന്നത് മുഹമ്മദ് റിയാസ് അത് പിന്നെ മുഖ്യമന്ത്രിന്റെ മരുമനൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അതിനോട് അൻവറാണ് സാധ്യത. എന്തുകൊണ്ട് അൻവർ സാധ്യത എന്ന് പറയുന്നത് അതന്നെ റിയാസ് ലക്ഷറിയാണ്. കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കി കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ കൂടുതലായിട്ട് മറ്റേ വികസന കാര്യത്തിലൊന്നും കോൺസെൻട്രേഷൻ ഇല്ല. ആര് ജയിക്കും? ഇതിവിടെ ഇപ്പം ഈ റിയാസിന്റെ മണ്ഡലല്ലേ, റിയാസിന്റെ പുരോഗമനൊക്കെ ഉണ്ട്. എന്നാലും അൻവറാകുമ്പം ഒരു പ്രതീക്ഷയാണ്. കാഴ്ചപ്പാട് ഇപ്പൊ എന്താ പറയാ? റിയാസ് ആയിരിക്കും, അത്ര പറയാനുള്ളൂ. റിയാസ് ആയിരിക്കും എന്തുകൊണ്ടാ പറയണേ? കുഴപ്പമില്ല, അവിടെ വികസനം ഉണ്ട്. റോഡ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ റോഡ് കാര്യങ്ങളൊക്കെ ഓട്ടോറിക്ഷക്കാരനല്ലേ, റോഡൊന്നും കുഴപ്പമില്ല, പണ്ടത്തെ പോലല്ല. റിയാസ് ജയിക്കുന്ന പറയുന്നത്. പിന്നെ ചെറുകൊണ്ടൂരിലെ പാലമൊന്നും നമുക്ക് അത്യാവശ്യമാണ്. റിയാസിനാ ഇവിടെ മുൻതൂക്കം. എന്തുകൊണ്ടാ റിയാസിനാ മുൻതൂക്കം എന്ന് പറയുന്നത്? മുൻതൂക്കം എന്ന് പറഞ്ഞാല് നല്ല പെരുമാറ്റമൊക്കെ ആണ്, അതുകൊണ്ടാ. ആണോ? എന്ത് പെരുമാറ്റാണ്? നല്ല പെരുമാറ്റ. ആണോ? എന്തുകൊണ്ടാ നല്ല പെരുമാറ്റാന്ന്? പെരുമാറിയുണ്ടോ നിങ്ങളായിട്ട് പെരുമാറിയുണ്ടോ? സംസാരിക്കലുണ്ട് കണ്ടാല്. ആണോ? അങ്ങനത്തെ പെരുമാറ്റം ആയതുകൊണ്ടാണോ? അതുകൊണ്ട് പറയാ, വേറൊന്നുമില്ല. ജയിക്കുന്ന പറഞ്ഞാല് റിയാസ്. എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ ഭരണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ അങ്ങനത്തെ കാര്യങ്ങളാണോ റിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറുകുന്നൂരിൽ തന്നെ പോയി കാണാൻ അവിടുത്തെ പാലത്തിന്റെ പണികള്. പിന്നെ ചാലിയം പിന്നെ ബേപ്പൂര് പുളിമൂട്ടിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് എത്ര മാറ്റങ്ങളാണ്! ചെറുതൊന്നല്ല, പറഞ്ഞാൽ തീരൂല, അത്രയും മാറ്റങ്ങളാണ്, അത്രയും വികസനങ്ങളാണ് റിയാസ് കൊണ്ടുവന്നത്. മാറി മാറി കളിക്കല്ലേ? ആണോ? അൻവറിനെ വിശ്വസിക്കാന്ന് എന്തുകൊണ്ടാ പറയണേ? ആദ്യം കോൺഗ്രസ്സുകാരനല്ലോ, പിന്നെ മാറി. ഇനി ഇവിടെ മമതന്റെ ഇതില്ലേ, മമതന്റെ ഓരോന്നും പോലെ വേണ്ടെന്ന് അറിയില്ല. പിന്നെന്ത് ചെയ്യാന്? ആണോ? ആര് ജയിക്കണം? ജയിക്കണ്ട ഇവിടെ നല്ല ഭരണം ആരാ കാഴ്ചവെക്കണിട്ട് ഒരു ജയിക്കണം. ആരാണ്? റിയാസ് ആണോ അൻവറാണോ? അത് റിയാസിന് തന്നെ ജയിപ്പിക്കണം. ആണോ? നല്ല ഈ ഭാഗത്ത് നല്ല പ്രവർത്തനമാണ് അൻവറാണ്. അൻവറിന് എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അൻവർ ഒരു സംഭവമാണ്. നൽകൂർ സംബന്ധിച്ചിടത്തോളം അൻവർ 20,000 വോട്ട് പൊട്ടിയല്ലോ അവിടെ. മാക്സിമം ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചാൽ പ്രേക്ഷകർ കണക്ക് കൂട്ടി 5,000 വോട്ട് വ്യക്തിപരമായിട്ട് 15,000 വോട്ട് ഈ രണ്ട് മുന്നണി ചെയ്യണം. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാ? അയാൾ നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഈ വാർഡില്, ബേപ്പൂർ മണ്ഡലത്തിലാ. എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നേ? അത് ചെയ്യുന്നൊക്കെ എനിക്ക് പെട്ടെന്ന് പറയാനില്ല. അയാൾ നല്ല നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പാലം ഓവർബ്രിഡ്ജ്, പല നല്ല കാര്യം, റോഡും നല്ല റോഡുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ റിയാസ് ആണ്. എന്തുകൊണ്ടാ അഭിപ്രായത്തിൽ റിയാസാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് അവര് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് വികസനത്തിനൊക്കെ ബേപ്പൂർ നിയോജകമണ്ഡലത്തില് ഒരുപാട് വികസനങ്ങൾക്ക് ഈ ടൂറിസം വകുപ്പിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ തലത്തിലും മിക്കവാറും അൻവരം ഞാനാണ് സാധ്യത. എന്തുകൊണ്ടാ അങ്ങനെ സാധ്യത പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്നില്ല നമ്മളെ ഈ ശബരിമലയിലെ പ്രശ്നങ്ങള്. അത് മാത്രല്ല, അതിന്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ബസ് ഉണ്ടാക്കിയില്ലേ നമ്മളെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഓക്കെ, അവിടെ അൻവറാണ്. അൻവറാ? എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അതാണ് നമ്മളെ മനസ്സിലാണ്. ആണോ? അൻവർ ആയിക്കോട്ടെ. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ പറയണേ? അൻവർ നല്ല ആളല്ലേ, സാറല്ലേ? ആണോ? മനുഷ്യർക്ക് പ്രവർത്തിക്കാനും എന്തിനും പറ്റുന്ന ആളാണ്. ആണോ? റിയാസ് ആയിക്കോട്ടെ. റിയാസ് ആയിക്കോട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അവൻ പറഞ്ഞത് തന്നെ ആണ്. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അൻവർ ലീഗല്ലേ, ഞങ്ങളൊക്കെ ലീഗാരാ. ആണോ? ലീഗുകാരാണോ? അതുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയണേ? ആണോ? ആണോ? റിയാസ്. എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? ഇലക്ഷൻ പറയാനൊരു കാര്യം. മുഹമ്മദ് റിയാസ് ആണോ? അതെ.
അങ്ങനെ തോന്നണേ. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? എനിക്ക് അറിയില്ല ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആണോ? മറ്റുള്ളവരോ ആ. റിയാസ് തന്നെ നിങ്ങൾ ഈ മണ്ഡലത്തിൽ റിയാസ് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് റിയാസാണ് ജയിക്കുക. റിയാസോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? റിയാസ് ജയിക്കും എന്തുകൊണ്ടാ പറയുന്നത്? ജയിക്കും, ജയിക്കും ജയിക്കാൻ സാധ്യത ഉണ്ട്. ആണോ? ജയിക്കാന്ന് പറഞ്ഞാൽ റിയാസിന്റെ ചാൻസ് ആണ്. പക്ഷെ അൻവറിനെ സംബന്ധിച്ചുള്ള അൻവറിന്റെ വാക്കുകൾ ശരിയല്ല. അൻവർ ഇന്ന് പറയണതല്ല നാളെ പറയണത്. അപ്പൊ അങ്ങനെ വരുമ്പോ റിയാസിന് തന്നെയാണ് ഇവിടെ ചാൻസ്. അൻവറാ? എന്തുകൊണ്ടാണ് അൻവറിന്റെ കാര്യം പറയുന്നത്? എന്തുകൊണ്ടാ പറയണേ? ഒന്നുമില്ല, ഞാനൊരാളാണ്ട് പറഞ്ഞു. ആണോ? അൻവർ. എന്തുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയണേ? നമുക്ക് താല്പര്യം അൻവറാണ്. നമുക്ക് താല്പര്യം അൻവറാണ്. കോൺഗ്രസ്സുകാരാണോ? അത് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് നിങ്ങളെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? അത് പറയാൻ പറ്റില്ല. ഇല്ല, പറയാൻ പറ്റൂല. അൻവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അൻവർക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും പുള്ളി നഷ്ടപ്പെട്ട് കിടക്കായിരുന്നു. എന്തായാലും ഇതിലൂടെ പുള്ളി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക, അത് കോൺഗ്രസിന് നല്ലൊരു ഉപകാരമായിരുന്നു. സംശയം എന്താ? റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് സംശയം? എന്താ ചോദിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മന്ത്രി ഇപ്പൊ ആലോചിച്ചാല് അത് റിയാസിന്റെ അല്ലേ? ആണോ? അങ്ങനെയാണ് കണക്കൂട്ടുന്നത്? ഉറപ്പല്ലേ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? എന്നാൽ നിങ്ങളെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? അതൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയില്ല. ഇല്ല, അറിയാൻ പറ്റില്ല. റിയാസ് ജയിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കും എന്ന് പറയുന്നത്? റിയാസ് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണോ? അൻവറാവും. എന്തുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയുന്നത്? അൻവറാണ് പ്രവർത്തന ഉഷാറ് റിയാസിനെക്കാട്ടിയും തോന്നുന്നത്. റിയാസ്ക്ക് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് റിയാസ്ഖിന്റെ പേര് പറയുന്നത്? അതന്നെ, ഇവിടെ വികസനങ്ങൾ വന്നിട്ടുണ്ട്. അതന്നെയാണ്. ആണോ? റിയാസിനായിക്കുള്ളൂ. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ല വികസന കാര്യങ്ങളുണ്ട്. ആണോ? എനിക്കറിയില്ല, നിങ്ങളാ പറയേണ്ടത്. ജനങ്ങൾക്ക് നല്ല കാര്യം ആണോ? ചെയ്യുന്നു. ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും. അൻവറ. അൻവറാ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് ഞാൻ പുതിയ ആളല്ലേ, മറ്റേ ഇപ്പൊ വല്ലായില്ല, മറ്റേത് ഇരിക്കുന്നു. അതുകൊണ്ട് അൻവർ എന്ന് പറയുന്നത്. ആളൊന്ന് മാറി വരണം. ഓക്കെ. ഏറ്റവും വലിയൊരു മത്സരമാവും. ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. അൻവർ പാഞ്ഞടക്കപ്പ അവിടെ. അൻവർ ഇന്നലെ മരിച്ചോടുത്ത് നിന്നു. അപ്പൊ അൻവറിന് വോട്ട് പിടിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. അൻവറായിരിക്കും. റിയാസ് ഒന്നും ചെയ്തില്ലല്ലോ. ആണോ? റിയാസ് ഒന്നും ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അൻവറായിരിക്കും. അൻവറിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഒരു നല്ലൊരു നേതാവാണ്. ആ. അതുകൊണ്ട് തന്നെ അതിപ്പോ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ആരാ ജയിക്കാന്ന് പറയാൻ പറ്റില്ല. റിയാസ് തന്നെ കഴിച്ചില്ലാവുള്ളൂ. എന്താ കഴിച്ചില്ലാവുള്ളൂ പറയുന്നത്? കാരണം റിയാസിനാണ് ഇവിടെ വോട്ട് അധികം ഉള്ളത്. ആണ്. പിന്നെ ജയിക്കാനും സാധ്യത ഒന്നെന്നാ കാണുന്നത്. ആണോ? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റാത്തത്? പറയാൻ പറ്റില്ല പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, വികസനത്തിന്റെ കാര്യം ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നും പറയാനും പറ്റില്ല. നമുക്ക് ജയിക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. അതെന്തുകൊണ്ടാ? ഞാനൊരു UDF പ്രവർത്തകനാണ്, ലീഗ് പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അൻവർ ജയിക്കണം. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്. ആണോ? റിയാസേ ജയിക്കുള്ളൂ. അയച്ചപ്പാടിലിപ്പോ റിയാസ് ജയിക്കും. റിയാസ്? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന് നമ്മള് CPM കാരനാണ്. അൻവറിന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാറ്റം എല്ലാവർക്കും ആവശ്യകരല്ലേ. ഒരു തുലാസാണ്, രണ്ടും സമാസമാണ്. തുലാസാണ്. അതുകൊണ്ട് പറയാൻ കഴിയില്ല. രണ്ടു കൂട്ടർ ജയിച്ചിട്ട് കാര്യമില്ല. നമുക്ക് BJP ജയിച്ചാലോ? BJP ജയിക്കാന്ന് അതിനുള്ള അത്ര ഇതായില്ല ഇവിടെ. ഇപ്രാവശ്യം BJP നല്ല വോട്ട് വർദ്ധിക്കും. BJP ജയിക്കണോ അവിടെ? BJP വരണം. വിജയ് അൻവറിന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതുവരെയുള്ള വികസനം ഒന്നും കാഴ്ച കാണാനില്ല. ഇനി വരുന്ന വികസനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതിപ്പോ അന്നറിയാം. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കും എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം. ആണോ? അതുകൊണ്ടാണോ? അതെ അതെ. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനമാണ് അവിടെ ആളുകൾ നോക്കുക. മണ്ഡലത്തിൽ വികസനങ്ങളാണ് കൂടുതൽ. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലാണ്, കണ്ണൂരാണ്. പിണറായി വിജയന്റെ ഇതാണ് മോളെ കട്ടീന്. അപ്പൊ നമ്മള് ജില്ലയിലായതുകൊണ്ട് പിന്നെ നമ്മള് ആദ്യ മുപ്രയിലാണ്. ജയിക്കാൻ റിയാസിന്റെ വികസനം എങ്ങനെയാണ്? ഇപ്പൊ ബേപ്പൂര് നമ്മളെ ഓർപ്പിടിച്ച് അരീക്കര ഓർപ്പിച്ച് വരാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നാട്ടില് ഗുണങ്ങളാണ് ചെയ്യണം, ദോഷമില്ല. പിന്നെ ഇവിടുത്തെ ഹെൽത്ത് സെന്റർ കാര്യങ്ങൾ ഡെവലപ്പ്, ബേപ്പൂര് പിന്നെ ഫെസ്റ്റ് കാര്യങ്ങൾ മറ്റേ ഭയങ്കര വികസനമാണ് നടത്തുന്നത്. ഇവിടുന്ന് പബ്ലിക്കലി ഇറങ്ങിയിട്ട് ഇവർ ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ മൊത്തം ചർച്ച ചെയ്ത് കാര്യങ്ങൾ നമ്മളതിൽ ഒരാളായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് എന്തായാലും DPM എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് പാർട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അയാളെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. റിയാസ് വളരെ ഡീസന്റ് ആയിട്ട് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നാട്ടിലെ എല്ലാ സ്ഥലത്തും പല വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും റിയാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയാസിനെ പറ്റി എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. റിയാസ് ജയിക്കണം, ആ അഭിപ്രായക്കാരനാണ് ഞാൻ. റിയാസാ? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ജനങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു അഭിപ്രായമാണ്. ആണോ?
റിയാസ് ജയിക്കാനാണ് ചാൻസ്. റിയാസ് ജയിക്കാൻ ചാൻസ് എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂപ്പര് ചെയ്തതല്ലേ. ആണോ? റിയാസ് തന്നെയോ ജയിക്കുള്ളൂ. ആണോ? റിയാസ്ക്കാണോ ജയിക്കുക? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ അത്രയും പ്രവർത്തനങ്ങൾ ചെയ്താണ് റിയാസ്. ആണോ? അത് റിയാസനായിരിക്കും. അതുകൊണ്ട് അത് റിയാസ് അൻവറിനായിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ. ജനങ്ങള് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ആണോ? അൻവർ അൻവർ. അതുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? റിയാസ് ഒരു വികസനം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ജയിക്കാനാ? ആണ്. റിയാസ് ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ടാ സാധ്യത പറയുന്നത്? നാടിന്റെ വികസന കാര്യത്തിലെല്ലാം റിയാസാണ് മുൻകൈ എടുത്ത് ചെയ്തത്. ആണോ? അതെ, തീർച്ചയായിട്ടും. നല്ല ഫൈറ്റ് ഇതായിരിക്കും. ആരാ ജയിക്കുക എന്ന് പറയാൻ പറ്റില്ല. ആണോ? പറയാൻ പറ്റില്ല, രണ്ടുപേരും നല്ല സ്ട്രോങ് ആണ്. ആണോ? അതുകൊണ്ടാണോ നടക്കും. റിയാസാ ജയിക്കുക. റിയാസാ. അതുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? അതിന് മാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നു. ആണോ? റിയാസ് സാറേ, അതുകൊണ്ടാ റിയാസ് സാർ എന്ന് പറയുന്നത്? അതങ്ങനെയാണ് വർക്ക്, എങ്ങനെയാണ് ആണോ? എന്ത് വർക്കാ? ചാലത്തും പേപ്പർ പോയി കണ്ടാലും മനസ്സിലാവും എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കാൻ. അങ്ങനെ ഒന്നുമില്ല, ആര് ജയിച്ചാലും നല്ലൊരു വികസനം വരുന്നതാണ്. ഏത് പാർട്ടി ജയിച്ചാലും നാടിന് വേണ്ടി നന്മ ചെയ്യണം. റിയാസ് ജയിക്കുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് ജയിക്കുന്നു പറയാൻ കാരണം റിയാസ് ഇവിടെ വികസനം ചെയ്തുകൊണ്ടാണ്. ആണോ? അതെ. പിന്നെ ഈ മണ്ണെന്ന് പറഞ്ഞ ഒരു ചുവന്ന മണ്ണാ. ഈ മണ്ണിന് ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെ. റിയാസാണ് ജയിക്കുക. അതുകൊണ്ടാ? പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ അൻവർ തള്ളിക്കളയാനാവില്ല. അൻവർ അത്രയും പെർഫോമൻസ് കഴിയുന്ന ആളാണ്. മാത്രമല്ല ഇവര് വികസനം നടത്തി എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. വികസനം എന്ന് പറഞ്ഞാല് പിന്നെ ഈ പബ്ലിക്, അതായത് ഇപ്പൊ പാലത്തിന്റെ ഇതിലൊക്കെ ഈ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. അതിലൊന്നും കാര്യമില്ല. സാധാരണക്കാരന്റെ വിഷയങ്ങളാകേണ്ടി നമുക്ക്. റിയാസ് ജയിക്കാനും സാധ്യത. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് റിയാസ് നല്ല പ്രവർത്തനമല്ലേ കാണിക്കുന്നത്. ആണോ? ഓ, എനിക്കറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. അതെ, ഞാനാ പറയുന്നത്. ഉണ്ട്. അതെ. റിയാസ്. അതുകൊണ്ടാ റിയാസിന്റെ പേര്? റിയാസിന്റെ ഇവിടെ വളരെയധികം വികസനം വരുത്തിക്കുന്നു. ആണോ? അതുകൊണ്ടാണോ? റിയാസിനെ പണ്ടേ ഇവിടെ ജയിച്ചിട്ട് കുറച്ച് പരിചയമുള്ള ഒരു മണ്ഡലാണ്. അയാൾ തന്നെ സ്ഥിരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലാണ്. ആൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു വികസനങ്ങളൊക്കെ അയാൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് വേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മാറ്റം വരുന്നതാണ് എന്റെ അഭിപ്രായം. ജയിക്കുന്ന വെച്ചാല് റിയാസ് ജയിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ? അല്ലാതെ പ്രതീക്ഷയുള്ളത് കാണുന്നത് പ്രവർത്തനത്തിലും കാര്യത്തിലും കാണുന്നത് ഈ ബേപ്പൂർ മണ്ഡലത്തില്. ആണോ? നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിന്ന് ആളുകൾ നിങ്ങളെ ഫേസ് കാണുമോ? അവന്റെ പ്രവർത്തനം കാര്യങ്ങളും തോന്നുന്നത് അവനാണ് ജയിക്കുന്നത് തോന്നുന്നത്. ആണോ? പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് വികസനം ബേപ്പൂർ മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുണ്ട് കുറച്ച്. മറ്റുള്ള എന്താണെന്നുള്ള അറിയാൻ കഴിയില്ല. ബേപ്പൂർ മണ്ഡലത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ആരാ ജയിക്കാന്ന്? മണ്ഡലത്തില് തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്ത്, തൊഴിലാളികൾക്ക് എന്തെങ്കിലും മെച്ചമുള്ളത് ചെയ്യാം. കുറെ അവിടെ ചെയ്ത് ഇവിടെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. റിയാസ് ജയിക്കും. അതുകൊണ്ടാ? ഉറപ്പോ. കാരണം നല്ല ഭരണമാണ് ഇപ്പൊ നടക്കണത്. ആണോ? ആ. റിയാസാണോ ജയിക്കുക? ജയിക്കുക. റിയാസ്. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? അത്രയും ഭൂരിപക്ഷം ഇല്ല ഇവിടെ. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? അൻവർ റിയാസ് ജയിക്കാൻ സാധ്യതയുണ്ട്. റിയാസ് ജയിക്കാൻ സാധ്യത ഉണ്ട്. എന്തുകൊണ്ട്? എങ്ങനെ ഭൂരിപക്ഷം കുറയും? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് തോന്നുന്നത്. ആണ്. റിയാസ് ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. റിയാസ് ജയിക്കണമെന്നുള്ളതാണ് സാധ്യത. റിയാസ് ജയിക്കണം എന്നുള്ളതാണ് സാധ്യത. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് എല്ലാം കൊണ്ടും റിയാസ് ജയിക്കണം. വികസനം കൊണ്ടും എല്ലാ കാര്യം കൊണ്ടും റിയാസ് ജയിക്കണം. റിയാസ് ജയിക്കുള്ളൂ. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ കടമ്പിടണ്ടേ? കണ്ടമാനം പൈസ കടലിലേക്ക് വിടണ്ടേ? മറ്റുള്ളവര് വന്നാൽ വിടാൻ കയ്യില കിട്ടണ 2000 പെൻഷൻ വരെ കിട്ടൂല. നോക്കിക്കോളി. ഓക്കെയാണ്. നോക്കിക്കോളി. അതിപ്പോ പറയുകയാണെങ്കിൽ റിയാസ് ആവും സാധ്യത കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് എല്ലാവരുടെ അടുത്തും അത്രയും നല്ല സ്വഭാവത്തിലാണ് പെരുമാറുന്നു. ആളെല്ലാ വികസനങ്ങളും ചെയ്യുന്നുണ്ട്. ആണോ? റിയാസ് ജയിക്കൂ? റിയാസ് ജയിക്കാനാ സാധ്യത കൂടുതൽ. എന്റെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് ജയിക്കണം എന്നാ. കാരണം 10-15 വർഷമായിട്ട് ഇപ്പൊ CPM ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാള് മാറി വരണമെന്ന് എല്ലാവരും ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ആണോ? അൻവറിനെ ജയിക്കുന്നത്. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? അൻവറിന്റെ പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ അൻവർ റിയാസ് കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ നമ്മള് കാഴ്ചപ്പാട്. ഇപ്പൊ ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടായിട്ട് അതില് ഉദ്ഘാടനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അത് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. അതങ്ങനെ ചെയ്തിട്ടുള്ളൂ. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാ? വികസന നായകനാ. ഒന്നും പറയാനില്ല. ആണോ? എന്താ പറയാനില്ലാത്തത്? ഒന്നും പറയാനില്ല. അങ്ങനെയാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതങ്ങനെ തന്നെയാണ്. ഇവിടെ ഓരോരോ ഇടകളും മുക്കുകളും റോഡുകളും പുളിമൂടൊക്കെ നോക്കിയാൽ അറിയാം ആണോ? വികസനാണെന്നുള്ളത്. ആണോ? അത് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതങ്ങനാണ്. മൂപ്പരാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ വികസനത്തിന്റെ മെയിൻ ആള്. ആണോ? റിയാസ് ജയിക്കും. റിയാസ് എന്തുകൊണ്ടാ? റിയാസ് പേപ്പറിന്റെ മുത്തല്ലേ? ആണോ? 100% ജയിക്കും. റിയാസ് ജയിക്കുന്നു. റിയാസോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് റിയാസ് ഈ മണ്ഡലത്തിൽ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിയാസ് ജയിക്കുന്നതാണ്. ഇവിടെ ഒരു മാറ്റം വരണോ? ഇവിടെ അൻവറാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ഇതുവരെ റിയാസ് ആണല്ലോ ഇവിടെ ജയിച്ചത്. അപ്പൊ ഒരു പുതിയൊരാൾ വന്നിട്ട് ഒരു മാറ്റങ്ങൾ വരുത്തട്ടെ. ആണോ? റിയാസിന്റെ പ്രവർത്തനമൊക്കെ നല്ല പ്രവർത്തനം തന്നെയാണ്. നല്ല പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനം തന്നെ. എന്തുകൊണ്ട് നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം തന്നെ നമ്മളിവിടെ കാണുന്ന റോഡ് വികസനം, പിന്നെ ഓരോരോ എന്താണ് അവിടെ ഓരോരോ ബേപ്പൂര്
എന്താ ആകാശമിട്ടായി. റിയാസ് മന്ത്രി ഉള്ളതുകൊണ്ട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബേപ്പൂർ ഫെസ്റ്റിലൊക്കെ ആണെങ്കിലൊക്കെ നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ബേപ്പൂരിന് അത്യാവശ്യം നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. റിയാസ് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ വികസനം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ചെയ്യുന്നു. നല്ല വികസനം നടത്തിയിട്ടുണ്ടോ? നല്ല വികസനം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വികസനം നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ ഒരു ശക്തമായ ഒരു മത്സരമായിരിക്കും. ആരാ ജയിക്കാൻ താങ്കളുടെ കാഴ്ചപ്പാട്? ഇവിടെ അങ്ങനെ റിയാസിനാണ് ഇവിടെ കൂടുതൽ സാധ്യത ഉണ്ടാകുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരു നല്ല വികസനം വന്നിട്ടുണ്ട്. ആണോ? അതുകൊണ്ടാണോ റിയാസ് ജയിക്കും പറയുന്നത്? സാധ്യത ഉണ്ട്. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജയിക്കും പറയുന്നത്? ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് 3 കണക്കാ, അതുകൊണ്ട് തന്നെ. ആണോ? ഐഡിയ ഇല്ല. എന്റെ പേരിൽ 3 കണക്കാ. ആണോ? അതുകൊണ്ടാണ് റിയാസ് ഖാന്റെ പേര് ഉറപ്പല്ലേ? എന്ത് ഉറപ്പെന്നാ പറയുന്നത്? ഇത് ബേപ്പൂര് LDFന്റെ മണ്ഡലല്ലേ? അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? ഇവിടെ നല്ല ഒരുപാട് വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയാസ് ജയിക്കും എന്ന് പറയാല്ലേ? ജയിക്കാനാണ് സാധ്യത. അൻവറിനൊന്നും ഇവിടെ സ്കോപ്പില്ല. സ്കോപ്പില്ല ഇവിടെ. അതങ്ങനെയാണ്. മൂപ്പരൊന്നും പറഞ്ഞ ഒരു വാക്കിൽ നിൽക്കുന്ന ആളൊന്നല്ല. മാറ്റി മാറ്റി പറയുന്ന ആളാണ്. അത് വിശ്വസിക്കാൻ പറ്റില്ല അവനെ. എന്തുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയുന്നത്? എനിക്ക് മൂപ്പരോട് താല്പര്യമുള്ളത്. ആണോ? എന്ത് താല്പര്യമുള്ളത്? അത് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണെന്നാണ് അവിടെയുള്ള നാട്ടുകാർ ആണല്ലേ? റിയാസ് ജയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിയാസ് നമ്മുടെ കേരളത്തിൽ മന്ത്രി ആയതിന്റെ ശേഷം നല്ല ഒരു വികസന പരിപാടികൾ. മന്ത്രി ആയതിനു ശേഷം വികസനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായത്. ആണോ? ഇവിടെ റിയാസ് ജയിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ റിയാസ് കുറെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചു. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകാരപ്പെടുന്നത് ഇപ്പൊ മേൽപ്പാലം വരുന്നത് ബേപ്പൂരിലെ കുറെ വികസനം കൊണ്ടുവന്നു. ആണോ? അൻവർ ജയിക്കും. എന്തുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയുന്നത്? അൻവറിന്റെ പേര് അയാള് സമർത്ഥനാണ്. റിയാസ് ഇവിടെ കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ്. റിയാസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ എല്ലാതും ചെയ്യുന്നുണ്ട്. ആണോ? റിയാസ് പറഞ്ഞാല് റിയാസ് ഇവിടെ കുറെ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആണോ? റിയാസാണ് ജയിക്കുക? റിയാസ് തന്നെ. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കും എന്ന് പറയുന്നത്? അയാള് പൊതുവെ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും ഇടപെടുന്ന വ്യക്തിയാണ്. നല്ലൊരു സമൂഹത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും റിയാസ് ജയിക്കാനാണ് ചാൻസ്. റിയാസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സീറ്റാണ്. ആണ്. റിയാസ് ജയിക്കും എന്ന് പറയുന്നത്? അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കിടാകിടാണ് രണ്ടാളും. ആണോ? അൻവറാണ് ജയിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവൻ നല്ലോടത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആണോ? അതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ അമ്പലത്തിൽ കയറിയിട്ട് 5 അമ്പലത്തിലിട്ട് 5000 ഉറുപ്പ്യ വിതരണം ചെയ്ത്. അത് ജയിക്കാനുള്ള ഒരു ഘടകമാണോ? അതെ, അത് ജയിക്കാനുള്ളത് തന്നെയാണ്. ഇവിടെ ടൈറ്റ് മത്സരം വരാം. ടൈറ്റ് മത്സരം. ആരാണ് ഇവിടെ ജയിക്കാൻ സാധ്യത? സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെ LDFന് മുന്നിലുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 148 വോട്ട് എങ്ങാണ്ട് ഇവിടെ ഭൂരിപക്ഷം ഉണ്ട് UDFന്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നമ്മളൊരു ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാ ജയിക്കാൻ സാധ്യത ബലാബലായിരിക്കും. അതൊന്നും തീരുമാനിക്കുക നമ്മളാളല്ല, ജനങ്ങളെ കയ്യിലാണ്. ആണോ? റിയാസ്. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ പേര് പറയാൻ നിലവിൽ കുറെ കാലമായിട്ട് അവരുടെ കയ്യിലുള്ള മണ്ഡലമാണ്. രണ്ടാളും ജയിക്കാൻ പ്രയാസം. രണ്ടാൾ ജയിക്കണം. BJP ജയിക്കുമോ? BJP വോട്ട് കിട്ടും എന്തായാലും. അപ്പൊ എങ്ങനെ ജയിക്കാൻ ചിലപ്പോ റിയാസിന് തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ അൻവർ പിന്നെ അവിടെ വന്നിട്ട് റിയാസ് പിന്നെ ഇവിടെ ഉള്ള അൻവറെ ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്ന് പറഞ്ഞാല് മൂപ്പർക്ക് നല്ലൊരു സ്വാധീനമുള്ള ആളാണ്. മൂപ്പർ വന്നു കഴിഞ്ഞാല് ഈ ഇത്രയും കൊല്ലമായിട്ട് ബേപ്പൂർ മണ്ഡലത്തില് അവരുടെ കയ്യിൽ അടക്കി വെച്ച ഒരു സീറ്റാണ്. മൂപ്പരെ കൊണ്ടിട്ട് ഇനി സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇത് നോക്കാണ് റിയാസ് വിജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് വിജയിക്കും പറയുന്നത്? എന്താ വെച്ചാൽ ഇപ്പം ഈ ഇവിടെ MLA ആയതിനു ശേഷം ഭൂരിപക്ഷ സ്ഥലങ്ങളിലും എല്ലാ പരിപാടികളിലും ഓൻ അണിനിരന്നിട്ട് അതിന് വേണ്ടത്ര പ്രോത്സാഹനം ചെയ്യാനുണ്ട്. അതിനെ കൊണ്ടാണ് റിയാസ് ജയിക്കും എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാനും ബേപ്പൂര് മണ്ഡലത്തിലുള്ള ആളാണ്. അതുകൊണ്ട് റിയാസാ ജയിക്കാം. ഇവിടെ കാലങ്ങളോളമായിട്ട് LDFന്റെ മണ്ഡലമാണിത്. ഇവിടെ ഒരൊറ്റ പ്രാവശ്യം കോൺഗ്രസിന്റെ MP മീറ്റിംഗ് ജയിച്ചിട്ടുള്ളൂ. അപ്പോ റിയാസ് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾക്ക് ജനസമിതി ഉണ്ട്. കഴിഞ്ഞ കാലത്ത് പ്രവർത്തനങ്ങളൊന്നും റിയാസിന് ചെയ്യാൻ സാധിച്ചില്ല ഇവിടെ. എന്റെ അഭിപ്രായത്തിൽ ഇനി ഇവിടെ പൊതുവെ മാറ്റം വരാം. ഞാനിപ്പോ ബാംഗ്ലൂർ ഹോസ്പിറ്റലിലാണ് പണിയെടുക്കുന്നത്. ഞാൻ വന്നിട്ട് ആഴ്ചയായിട്ടുള്ളൂ. നിങ്ങൾ ഈ മണ്ഡലക്കാരാണോ? ഈ മണ്ഡലക്കാരൻ തന്നെ. പേപ്പർ ഇനി ഒരു മാറ്റം തന്നെ വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനത്തെ ആരാ ജയിക്കാപ്പോ? അൻവർ ജയിക്കുന്നു. ആദ്യം എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം മൊത്തത്തില് LDFനെതിരായുള്ള ഒരു ട്രെൻഡാണ്. അപ്പൊ അതുകൊണ്ട് ആര് ജയിക്കുന്നതാണ്? അതിപ്പോ വികസനം നടന്നുണ്ടോ? വികസനം നടന്നുണ്ട്. പക്ഷെ കടാകട ആയിരിക്കും എന്നുള്ളതാണ്. വികസനങ്ങൾ എങ്ങനെയൊക്കെയാ? റോഡ് വേണ്ട പേര് വികസനം നടന്നുണ്ട്. ഇവിടെ ആര് ജയിക്കാനാ സാധ്യത? അതാണ് അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
അവിടെ LDF വരണ്ടെന്നുള്ള കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ LDF കാരനാണോ? ഒരു പാർട്ടികളല്ല പറഞ്ഞോളൂ. ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കുന്നു പറയുന്നത്? റിയാസ് അങ്ങനെ ഓരോ കാര്യം ചെയ്തിന്, നല്ല പാലം ഉണ്ടാക്കി, ആണോ? മറ്റേ ഹോസ്പിറ്റല് ആണ് ഇത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നല്ല ചെയ്തിന്. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കുന്നു പറയുന്നത്? പ്രവർത്തനം അങ്ങനെയാണ്. ആണോ? അതെ. എന്ത് പ്രവർത്തനമാണുള്ളത്? എല്ലാം കൊണ്ട് എല്ലാ പ്രവർത്തനം. ആണോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. അല്ല, ഏകദേശം സാധ്യത എങ്ങനെയാ? അത് പറയാനായിട്ടില്ല. ആണോ? കൺഫ്യൂഷൻ ആണോ? ഒന്ന് വിലയിരുത്താൻ ആ സമയമാണല്ലോ ഉള്ളൂ. ആണോ? റിയാസിനെ ജയിക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അതുകൊണ്ട് പല പുരോഗതികളൊക്കെ ഉണ്ട് ഇവിടെ, റോഡും അതും ഇതും ഒക്കെ ആയിട്ടുള്ള അത്ര തന്നെ. വേറെ എന്താണ്? വേറൊന്നുമില്ല. റിയാസോ? എന്തുകൊണ്ടാ? റിയാസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ MLA ആണ്. ജയിക്കുന്ന പറയുന്നത്? റിയാസ് എന്തുകൊണ്ടാ? നല്ല വർക്ക് ചെയ്തിനോടെ. ആണോ? MP റൈറ്റ്. ആണോ? അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? തീർച്ചയായിട്ടും. അൻവറാ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പുതിയ ഒരാളല്ലേ. ആണോ? ജയിക്കുന്ന പറയുന്നത്? നമുക്ക് പറഞ്ഞൂടാ. ആണോ? എന്താ അങ്ങനെ പറയണേ? ഇല്ല, പറഞ്ഞൂടാ. മറന്ന കാര്യം നമുക്ക് പറയാൻ കഴിയൂല, പറ്റൂല. ഇവിടെ അൻവർ ജയിക്കുമല്ലോ, ആദ്യമായിട്ട് വരില്ലേ, ഓൻ ജയിക്കും, സുഖമായിട്ട് ജയിച്ചു പോകും. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ഭരണത്തിന്റെ ഒറ്റ നേട്ടം കൊണ്ട് പറയാണ്. ആണല്ലേ? അൻവർ ജയിക്കാനാണ് ചാൻസ്. എന്താന്ന് പറഞ്ഞാന്ന് വെച്ചാല് ഇപ്പം ബേപ്പൂർ മണ്ഡലത്തിൽ ജയിച്ചു പോയ നമ്മളെ മന്ത്രി വികസനം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോപ്രായത്തരങ്ങൾ കുറെ കളിക്കാന്നല്ലാതെ പൊതുജനങ്ങൾക്ക് ആവശ്യപ്രദമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ അൻവറ ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അൻവർ ജയിക്കാൻ സാധ്യത? അൻവർ ജയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നാട്ടിൽ കരുവന്തി ഒരു വികസനം ഇവിടെ നടത്തുന്നില്ല. ഭരണം വളരെ മോശം ഭരണമാണ് ഇപ്രാവശ്യം നടന്നത്. തുടർ ഭരണം കിട്ടിയപ്പോൾ വളരെ മോശമായിട്ടുള്ള ഭരണം. പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇതിലൂടെ ഒരു സർവേ കഴിഞ്ഞിറക്കുന്നുണ്ട്. ആ വീട്ടുകാർക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാനോ എന്നാ അതിൽ റോഡ് കൊണ്ടുവരിക. 8 വർഷം ഇവിടെ റിയാസ് തന്നെ ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന് ഇവിടെ കണ്ടമാനം പുരോഗമനം വരുത്തിയിട്ടുണ്ട്. ആണോ? നല്ല അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ഇത് ഭരണം മാറി വരണം. അതിന് തന്നെ നമുക്ക് അൻവർ ജയിക്കണം. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണ്. അൻവർ ജയിക്കണം. ഗ്യാസ് ജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. എന്തുകൊണ്ടാ ജയിക്കണമെന്നാണ് എന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത്? ജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കാണുന്നത്? കാരണം മൂപ്പര് നല്ലൊരു വ്യക്തിയാണ്. ആണോ? പിന്നെ ജനങ്ങൾ പലതും പറയട്ടെ, അത് ഒപ്പ് വെക്കണ്ട നമ്മള്, അത് പായി മടക്കി വെക്കാം നമ്മള്. അങ്ങനാണ് പ്രശ്നം വരുന്നത്. റിയാസ് ജയിക്കണം എന്നാ പറയുന്നത്? ജയിക്കണം. ഇവിടെ അൻവറാണ് ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്ന് പറഞ്ഞാല് ഇപ്പോ 40-45 വർഷത്തിലേറെ ആയി നിരന്തരം 77-ന് ശേഷം നിരന്തരം ഒരു LDFന്റെ കാൻഡിഡേറ്റ് ആണ് ഇവിടുന്ന് ജയിച്ചു പോകുന്നത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവര് വാഗ്ദാനങ്ങൾ നൽകുക എന്നല്ലാതെ ഒന്നും പ്രാവർത്തികമാക്കുന്ന ഒരു സ്വഭാവമില്ല. ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് കൊണ്ടാണ് കണ്ടില്ലേ, നിങ്ങളെ റോഡൊക്കെ കണ്ടില്ലേ, വേറെ എന്താ കാണാനുള്ള റോഡ്. ഇവിടെ ഉള്ള വികസനം പറഞ്ഞാൽ ഇവിടെ ഉള്ള മുതലാളിമാര് കൊടുക്കാത്ത വികസനം. ഇതിപ്പോ റിയാസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ എന്താ പറയാ, ഇവിടുത്തെ വികസനത്തിന്റെ തന്നെ. ആണോ? എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുന്നില്ല. കാരണം രണ്ടു കൂട്ടരും ഇവിടെ നിൽക്കുന്നുണ്ട്. ആരാണ് ജയിക്കാന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഏൽപ്പിക്കലായി കഴിയാൻ പറ്റും. റിയാസ് ആണോ അൻവറാണോ? അത് പറയാൻ പറ്റില്ല. ആരാണ് ജയിക്കുക? ഡേറ്റിലെ മത്സരമാവും. ആരാ ജയിക്കുക താങ്കളുടെ കാഴ്ചപ്പാടില്? പറയാൻ പറ്റില്ല. ഇല്ല. ഇവിടെ റിയാസ് ആയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അതങ്ങനെ പറയുന്നതിന്റെ കാരണം അയാളാണ് ഇവിടെ നല്ല ആളായിട്ട് കാണുന്നത്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെ പറയുന്നത് കാരണം ഇതന്നെ നല്ലതായിട്ട് തന്നെ റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? വികസനം ഉള്ളതുകൊണ്ട് പറയുന്നത്. ആണോ? വികസനം ഉണ്ടോ? ഉണ്ട്. 100% UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്തുകൊണ്ടാ പറഞ്ഞാൽ വെച്ചാൽ 10 വർഷമായിട്ട് ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ പോണതിന് മുമ്പേ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങൾക്കും 100-200% വർധനവാ. ജനങ്ങൾ അത്രയും വളരെ ദുരിതത്തിലാണ്. അൻവറാണോ റിയാസ് ആണോ? അൻവർ തന്നെ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഭരണം മോശമാണ്. അതാണ് അൻവർ ജയിക്കണം എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രതീക്ഷ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഭരണം ഒന്ന് മാറി കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 48-50 കൊല്ലം ഇടതുപക്ഷം റിയാസ് ജയിക്കും. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കുന്നു പറയുന്നത്? ഓ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവിടെ. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ടാ എന്റെ അഭിപ്രായത്തിൽ അൻവർ ജയിക്കുന്നുള്ള. എന്തുകൊണ്ടാ? അതെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഓരോ ഭക്ഷണത്തിന് സാധനത്തിന്റെ ഒക്കെ വിലക്കൂടവും മറ്റും മറിച്ചൊക്കെ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. അൻവർ ജയിച്ച സാധനത്തിന് വില കൊടുക്കുക കുറവ് വിചാരിക്കുന്നുണ്ട്. ജയിക്കപ്രാവശ്യം അൻവർ ജയിക്കാൻ സാധ്യത. അതുകൊണ്ട് വെച്ചാല് അച്ഛന്റെ മരുവന്റെ ദൂർത്ത് തന്നെ, ദൂർത്ത് ഭയങ്കര ദൂർത്ത്. റിയാസോ? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയണേ? പൊതുപ്രവർത്തനം നല്ല പ്രവർത്തനം, നല്ല പ്രവർത്തനമല്ലോ. ആണോ? വികസനം കുഴപ്പമില്ല. ആരാണ് ജയിക്കാൻ സാധ്യത?
ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവെ മണ്ഡലത്തിൽ പോയപ്പോൾ റിയാസ് കുഴപ്പമില്ലാന്നാണ്. ഇനിയിപ്പം ജനങ്ങളെ കൈമിലാണല്ലോ. അതെ, നിങ്ങളുടെ താല്പര്യത്തിൽ റിയാസ് ജയിക്കാനാണോ സാധ്യത? ജയിക്കാൻ ചെറിയൊരു മുൻതൂക്കം. അത് രണ്ടും പ്രവചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? റിയാസ് ജയിക്കുമെന്ന് പറയാൻ കാരണം നല്ല വികസനം ഇവിടെ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ റിയാസിന് സാഹചര്യം കുറച്ച് കുറവാക്കണം. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഇളകി മറിയല്ലേ ആകെ, അതന്നെ പ്രശ്നം. സാറിനാണ് മുൻതൂക്കമുള്ളത്. റിയാസ് സാറിന് മുൻതൂക്കം ഉണ്ടെന്ന് പറയുന്നത്. മുൻതൂക്കം റിയാസ് ഇവിടെ വികസനമൊക്കെ നല്ല ഇതായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ആണോ? ഓ, റിയാസിനാണ് ചാൻസ്. എന്തുകൊണ്ടാ? റിയാസാണ് ഇവിടുത്തെ വികസന നായകനെ. ആണോ? റിയാസോ? എന്തുകൊണ്ടാ റിയാസ് ജയിക്കുന്നു പറയുന്നത്? ജയിച്ചു തന്നെ. അന്നൂറിന് പലത് വന്നല്ല. റിയാസിനെ എന്തുകൊണ്ടാ റിയാസ് ജയിക്കുന്നു പറയുന്നത്? ഭൂരിപക്ഷം ഉണ്ടല്ലോ. ആണോ? ഭൂരിപക്ഷം ഉണ്ടോ? ജയിക്കുന്ന പറയുന്നത്? അത് റിയാസിനായിരിക്കും ചിലപ്പോൾ. എന്തുകൊണ്ടാ റിയാസ് ആയിരിക്കും പറയാൻ കാരണം? അങ്ങനെയാണ് ഇവിടെ ജയിക്കുന്നത് മൂപ്പർ തന്നെയാണ്. ആണോ? റിയാസ് തന്നെ ജയിക്കുകയുള്ളൂ. എന്തുകൊണ്ടാ റിയാസ് തന്നെ ജയിക്കുള്ളൂ എന്ന് പറയുന്നത്? റിയാസ് ഇത് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണല്ലോ. ആണോ? അൻവർക്ക് വന്നാലും ഒരു മത്സരം കാണാം, അത്രേ ഉള്ളൂ. സാധ്യത റിയാസ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പുരോഗമനം ഉണ്ട്. പിന്നെ സർക്കാർ LDF സർക്കാർ വരും. ആണല്ലേ? LDF സർക്കാർ വരും. അൻവർക്ക് 2,00,000 വോട്ട് അൻവർക്ക് ജയിച്ചിരിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ജയിക്കും. അവർ ഇവിടെ എല്ലാ നാട്ടുകാരെല്ലാവർക്കും ഇതുണ്ട്. മാറ്റം വരുന്ന എല്ലാ പ്രതീക്ഷ. എത്ര വോട്ട്? 2000 വോട്ട്. 2,000 വോട്ട് അൻവർക്ക് ജയിച്ചിരിക്കും. ഇല്ലെങ്കിൽ കാണുമ്പോ ഇവിടെ തല മൊട്ടടിക്കും. എല്ലാത്തിനും വോട്ട് അല്ല, ആ വാക്ക് പറയുമ്പോ ചിലവൻ പറയണം. ജയിക്കാതെ ജയിക്കും. 2,00,000 വോട്ട് ഞാൻ ചോദിക്കും, തല മൊട്ടടിക്കോ? മൊട്ടം അടിക്കൂല. ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് പറയാൻ പറ്റൂല. ഒരു ശക്തമായ മത്സരം. ആരാ ജയിക്കാൻ സാധ്യത ഉള്ളത്? സാധ്യത വളരെ പ്രവചിക്കാൻ പ്രയാസമായിട്ടേക്കാണ്. ഇതുവരെ CPM-ന്റെ മണ്ഡലാണ്. ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാവും തെരഞ്ഞെടുപ്പ്. ഇവിടുത്തെ ആധികാരികമായിട്ട് മുന്നോട്ട് വരുള്ളൂ. ആണോ? ഉറപ്പാണോ? നമ്മളെ MLA നമ്മളെ മന്ത്രി എല്ലാം കൂടിയാണ്. എല്ലാ വികസനം നടത്തിയ ഒരാളാണ്. ഇവിടെ റിയാസാ ജയിക്കുന്നത്. റിയാസോ? എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ വികസനം ആണോ? ജയിക്കുള്ളൂ. റിയാസിനെ റിയാസോ? എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? ഇവിടെ കുറഞ്ഞ വികസനങ്ങളുണ്ട്. ആണോ? അതുകൊണ്ടാണോ? റിയാസ് എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്. ആണോ? എന്തുകൊണ്ടാ നല്ല വ്യക്തി എന്ന് പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യാൻ കഴിയും. ആണോ? അത് റിയാസിനായിരിക്കും മുൻതൂക്കം വരുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? മിക്കവാറും അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, അൻവറിന്റെ വന്നിട്ടില്ലുള്ളൂ. റിയാസ് ഇവിടെ പരിചയമുള്ള ഒരാളാണല്ലോ. അൻവർ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അൻവർ നല്ലൊരു പ്രവർത്തകനാണ്. ആണ്. റിയാസ് ഉണ്ടാകാം. റിയാസ് എന്തുകൊണ്ടാ? ഈ നാട്ടുകാരനാണ്. ആണ്. കൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. റിയാസ് ജയിക്കാനാണ് സാധ്യത. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ല കാര്യങ്ങൾ ഇവിടെ കണ്ടമാനം ചെയ്തിട്ടുണ്ട്. റിയാസായിരിക്കും. റിയാസാ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഭൂരിപക്ഷം നോക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹം ജയിക്കും. ആണോ? അൻവർ. എന്തുകൊണ്ടാ അൻവറിന്റെ പേര് പറയുന്നത്? അതുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നുണ്ട്. അൻവർ നല്ല ഉറച്ച പാർട്ടിക്കാരനാണ്. ഇവിടെ റിയാസ് അല്ലാതെ വേറെ ആര് ജയിക്കാനാ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജയിക്കാൻ ചെറിയൊരു മാർജിനിൽ റിയാസ് ജയിക്കാൻ സാധ്യത. ചെറിയ മാർജിനിൽ. അല്ല, ചെറിയ മാർജിൻ എന്ന് പറയുന്നത് അതെന്ന് വെച്ചാല് ഇപ്പൊ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എതിര്. ജയിക്കാൻ അൻവർ ജയിക്കണം. വേറെ റിയാസ് ചെയ്തിട്ട് കാര്യമില്ല. റിയാസ് ഇവിടെ ചെയ്യണില്ല. ആണോ? അൻവർ ജയിക്കണം എന്ന് പറയണേ? അൻവർ ജയിക്കണം. ജയിക്കണേ അൻവറാ? എന്തുകൊണ്ടാ? അൽബറായിക്കൊരു അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ആൾക്കാർ കുറെ ഇതിലേക്ക് പോകുന്നില്ലല്ലോ, അത് കാരണം അൽബറായിക്ക് ജയിക്കണേ. ആണ്. ഇപ്പൊ 2 പ്രാവശ്യം അടുത്ത വർഷം ഭരിച്ചതല്ലേ, അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടിട്ട് ഇവിടെ ഒരു അൻവർ തരംഗം ഉണ്ട് എന്നാണ് എന്റെ അൻവർ ജയിക്കുന്നതാണോ പറയണേ? അൻവർ ജയിക്കാൻ 99% ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും കാലം വരെ ഈ മറ്റേ വാർഡിൽ CPM ജയിച്ചു മണ്ഡലത്തിൽ ഇവിടെ ഒരു വികസനമില്ല. വാഗ്ദാനം ചെയ്യും. ഇപ്പോഴത്തെ വിശ്രമിന്റെ കൂടുതൽ വോട്ടുകൾ ആണ്. അൻവറാ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? മണ്ഡലത്തിന്റെ ഇതിനെ പറ്റി പറയാൻ അൻവർ ജയിക്കും. എന്തുകൊണ്ടാ അൻവർ ജയിക്കുന്നു പറയുന്നത്? അൻവറാണ് ഇപ്പൊ ഇവിടെയൊക്കെ നല്ല കാണുന്നത്. എനിക്കൊരു പഠനമുണ്ട്, അന്നേരം ഞാൻ പറയും. ആ പഠനത്തിൽ എന്നെ വിളിക്കുവാ? അത് നമ്പർ തരാം, എന്നെ വിളിക്കും. അത് വിളിക്കും. റിയാസ് ജയിക്കാനും അൻവർ ജയിക്കാനൊക്കെ ചാൻസ് ഇല്ലേ? ആണോ? കൺഫ്യൂഷൻ ആണോ? ആണോ? ഇവിടെ അൻവർ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അൻവർ ഒന്ന് പുതിയ ആളാണ്. അല്ല, അൻവർ നമ്മള് എന്താ പറയുമ്പോ അൻവറിനോടാണ് ഇപ്പൊ സായിപ്പ് നമുക്ക് തോന്നുന്നത്. അൻവർ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനെ പറയുന്ന പറഞ്ഞാല് ഒരേ പാർട്ടി തന്നെ ജയിക്കുമ്പോൾ ഈ വികസനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അതിപ്പം പറയാൻ പറ്റില്ല, നമുക്കൊരു ഉറപ്പില്ല. രണ്ടിലൊരാളെന്തായാലും ആണോ? ആണ്. അത് നമുക്ക് നല്ല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചിട്ട് വരാനൊന്നുമില്ല. വികസനത്തിനാണെങ്കിൽ റിയാസ് ജയിച്ചാൽ. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ഓരോ ഇതിലാണ് വികസനം വരുന്നത്. ആണോ? വന്നിട്ടുണ്ടോ വികസനം? ആണോ? അൻവർ ജയിക്കും. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അഭിപ്രായം പറഞ്ഞാണ്. ആണ്. എന്തുകൊണ്ട് റിയാസിന്റെ പേര് പറയുന്നത്?
കുറച്ച് വികസനമൊക്കെ ഉണ്ടാക്കിയില്ലേ? ആണോ? അൻവർ എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണം? അൻവർ നല്ലൊരു പ്രവർത്തകനാണ്, നല്ലൊരു എന്താ പറയാ. ആണോ? ജയിക്കാൻ സാധ്യത യു.ഡി.എഫ്. നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. UDF അൻവറാ ജയിക്കുവോ? ജയിക്കുന്ന റിയാസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? നല്ല വികസനം ഉണ്ട് ഇവിടെ. ആണോ? റിയാസിന്റെ ആളെ ജയിക്കുമെന്ന് പറയും. റിയാസ് ജയിക്കുന്ന പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? റിയാസ് ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ്. ആണ്. റിയാസ് ജയിക്കും. നമ്മളിപ്പോ എന്ത് പറയാനും റിയാസിനോട് ജയിച്ചത് അത് പറയും. റിയാസ് ആണോ ജയിക്കുക? എന്ന് എപ്പോഴത്തെ പിന്നെ വരാൻ പറ്റില്ല. കഴിഞ്ഞാ പറയാ. റിയാസ് എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആണോ? റിയാസ് ജയിക്കൂ? അൻവർ ജയിക്കും. എന്തുകൊണ്ട് അൻവർ ജയിക്കും പറയണേ? റിയാസ് അവിടെ ഒന്നും ചെയ്തില്ല. ആണ്. പേപ്പർ മണ്ഡലത്തിൽ. ആണ്. അൻവറാ എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അൻവറിനെന്ന് പറഞ്ഞാല് ഒരു 10-20-40 വർഷമായി ഇവിടെ ഒരു വികസനമില്ല. ഇല്ല. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നുണ്ട്. EKC മുഹമ്മദ് കോയ, TK ഹംസ. UDF ജയിക്കുന്നതല്ലേ? ആണോ? അൻവർ ജയിക്കുവാ? അൻവർ ജയിക്കണം. ഇവിടെ ഒരു മഞ്ഞക്കല്ലും കുറെ ജനങ്ങൾ ബുദ്ധിമുട്ടില്ലേ? കുറെ അൻവർ ജയിക്കുന്ന പറയണേ? അൻവർ ജയിക്കും. പാരമ്പര്യമായിട്ട് LDF-ന്റെ ഒരു കോട്ടയാണ് ബേപ്പൂർ മണ്ഡലം. പക്ഷേ ഈ ചാലി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്ഥലമാണ്. പക്ഷെ മത്സ്യത്തൊഴിലാളികളോട് തീർത്തും ഒരു അവഗണനാണ് ഇത്രയും കാലം നേരിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർബർ ചാലിയത്തില്ല. ഇതൊരു ഉറച്ച ചീറ്റാണ് ഇടതുപക്ഷത്തിന് ഉറച്ച ശീർഷയാണ്. റിയാസ് ജയിക്കാൻ സാധ്യതയുണ്ടോ? പറയാൻ പറ്റില്ല. ആരാ ജയിക്കാം? ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരു ഇളക്കം കാണുന്നുണ്ട്. അങ്ങനെ ആണോ? ഇളക്കം കാണുന്നത്? എന്ത് ഇളക്കം കാണുന്നേ? സ്വതവേ അൻവർ വന്നപ്പോൾ ഇളക്കം കാണുന്നുണ്ട്. ആണോ? അൻവർ ജയിക്കും എന്നുള്ളതാണ് ധാരണ. എന്തുകൊണ്ടാ ധാരണ പറയുന്നത്? അങ്ങനെയാണ് ഇവിടെ കാണുന്നത് മൊത്തത്തിൽ. ആണോ? രണ്ടാളും നല്ല മുട്ട. ആയിക്കോട്ടെ, മുട്ടിക്കോട്ടെ. ആരാ ജയിക്കുക? അത് പറയാൻ പറ്റില്ല. ഇല്ല. കൺഫ്യൂഷൻ ആണോ? ജനങ്ങളെ കൈപ്പിലല്ലേ വോട്ട്? ആണ്. വോട്ട് മാറി ചിന്തകളിൽ അങ്ങനെ ഇതാക്കാൻ കഴിയുള്ളൂ. ആണോ? അത്രേ ഉള്ളൂ. ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലല്ലേ? ആരാ ജയിക്കാൻ സാധ്യത? ഒരു ജനങ്ങൾക്കൊരു ഒരു മാറ്റം ഉദ്ദേശിച്ചിട്ട് ചിലപ്പം അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ചിലപ്പോ അൻവർ ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? അതിന് തന്നെ ഈ മണ്ഡലത്തിൽ യാതൊരു പുരോഗമനമില്ല. ആണോ? അതുകൊണ്ടാണോ? ഈ മണ്ഡലം എന്ന് പറഞ്ഞാല് കാലങ്ങളായിട്ട് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ. അൻവർ ആണെങ്കിൽ പുതിയ ഒരു അതിഥിയാണ്. പല ഭാഗങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വന്ന ഒരാളാണ്. അതുകൊണ്ട് തീർപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങളെ മനസ്സിനും വായിക്കാനുണ്ട്. ആണോ? നമ്മളിപ്പോ നമ്മൾ മനസ്സിൽ കരുതുന്ന അൻവർ ജയിക്കുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയും? അതിപ്പോ പറയാൻ കാരണം അയാളാണ് ഇപ്പൊ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അൻവർ ജയിക്കുന്നതാണ്. അൻവർ ജയിക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ? കോൺഗ്രസ് ഇപ്പൊ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? അതുകൊണ്ടാണോ? അതെ. റിയാസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഒരുപാട് ഡെവലപ്പ് ഓനാണ് ചെയ്തത്. ആണോ? അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? അതെ. റിയാസിനാണ് മുൻതൂക്കം എന്നാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാ റിയാസിന് മുൻതൂക്കം എന്ന് പറയുന്നത്? റിയാസ് നല്ലൊരു വ്യക്തിയാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അൻവർക്ക അതിന് ഒരു മോശമല്ല എന്നാണ് വിചാരിക്കുന്നത്. ആണ്. അൻവർക്ക ആരാ ജയിക്കുക? ജയിക്കാൻ ഇപ്പൊ രണ്ടു വീട്ടിലും നല്ല ടൈറ്റ് മനസ്സിലായി. അപ്പൊ രണ്ട് തോണിയിലും കാലിട്ട് പോലായല്ലോ. രണ്ട് തോണിയിലല്ല ഇപ്പൊ ഞാൻ ജങ്കാറിലെ കാലേക്കാൻ വേണ്ടി പോകണം. ജയിക്കാൻ ആരാ ജയിക്കുക? ജയിക്കാനിപ്പോ ജനങ്ങൾ ആരാ തീരുമാനിക്കുന്നത്? ഒരു ജയിക്കും. റിയാസിനുള്ളൂ. റിയാസ് വളരെ കാലമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല റോഡുകളും അതൊക്കെ പിന്നെ ഈ കടലോര പ്രദേശങ്ങളിൽ വളരെ ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. റിയാസിന് ചാൻസ് ഉള്ളൂ. അത് റിയാസ് അല്ലേ? എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനം ഉണ്ട്. ആണോ? റിയാസിനെ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്താ പറയാ, എല്ലാ കാര്യത്തിനും ഇവിടെ ഇങ്ങനെ വന്ന് എല്ലായിടത്തിലും സന്ദർശനം കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞതിലും ഇപ്പൊ എല്ലായിടത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? പിന്നെ വികസനം ഉണ്ട് കുറെ. അപ്പൊ അതിനെ കൊണ്ട് സാധ്യത മൂപ്പർക്കാണ് കാണുന്നത്. ആരാണ് നിങ്ങളെ കാഴ്ചപ്പാട്? ഒരാള് എന്തായാലും ജയിക്കും. ആണ്. അത് ഉറപ്പാണ്. ആരാണ് ജയിക്കുക? അത് ഒരാളെന്തായാലും സാധ്യത ആളെ പറയാൻ കഴിയില്ല. ഇല്ല. റിയാസ് ആയിരിക്കും. റിയാസ്. എന്തുകൊണ്ട് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് ആവാൻ ജയിക്കാൻ കാരണം ഉണ്ടാവും. കാരണം ഉണ്ടാവും. മൂപ്പർക്കായ കാരണം ഉണ്ടാവുമല്ലോ. ആണോ? കാഴ്ചപ്പാടൊന്നും ഇല്ല. ഇല്ല. നമ്മുടെ ഇപ്പം പറഞ്ഞാൽ ഇപ്പൊ ഈ മറ്റേ ഭരണത്തിൽ ഇപ്പൊ വാർഡ് കമ്മിറ്റി BJP അയച്ചു. ആദ്യം നമുക്ക് CPM നിങ്ങളുടെ കാഴ്ചപ്പാടില്ല ആരാ ജയിക്കുക? ജയിക്കാൻ ആരില്ല. ആരും ജയിക്കട്ടെ. അൻവർ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അൻവർ നല്ലൊരു കൈകാര്യം ചെയ്യും. ഈ വികസനം ടൂറിസ്റ്റ് മിനിസ്റ്റർ ഇവിടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ ബേപ്പൂര് ബീച്ചും ഈ അങ്ങാടിയൊക്കെ കണ്ടില്ലേ? 15 കൊല്ലം മുമ്പുള്ള അങ്ങാടി തന്നെയാണ് ഇപ്പോഴും. അൻവർ ഇവിടെ ജയിക്കണം. ഒരു മാറ്റം വരണം. ആണോ? എന്തുകൊണ്ടാ മാറ്റം വരുന്നത്? മാറ്റം വെച്ചിട്ട് ഇവിടെ 35 വർഷമായി CPM ഇവിടെ ഭരിക്കുന്നത്. ഒരു വികസനം ഇവിടെ ഇല്ല. ഒരു ജങ്കാറായാലും ഇപ്പൊ 4-5 മാസം ഇവിടെ ഇന്ന് വരെക്കും ഒന്നുമില്ല. ഒരു ബേപ്പൂര് വർഷം വന്നപ്പോ ഇവിടെ ജങ്കാറ് കൊണ്ടുവന്നെത്തി. ആ പുതിയ ജങ്കാറ് പോയിട്ട് വീണ്ടും പഴയതന്നെ കൊണ്ടിട്ട് കപ്പാസിറ്റി കൂട്ടിയായിരിക്കും. കപ്പാസിറ്റി കൂട്ടിയത്. പിന്നെ ഫോർട്ട് ഒരു വികസനം ഇല്ല. അവിടെ ഉള്ളൊരു പണിയില്ല. ആയിക്കോട്ടെ, അവിടെ വരും കേട്ടോ.
എന്റെ കാഴ്ചപ്പാടില് റിയാസ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാഹചര്യമൊക്കെ. പക്ഷെ പി വി അൻവർ വരുമ്പോൾ കുറച്ചും കൂടി മത്സരം കടുത്തതാവും. അപ്പൊ ആര് ജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അത് പറയാൻ പറ്റില്ല. ഇല്ല. Sorry. എല്ലാരും ജയിക്കും. ആണോ? അതെന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെ പറയാൻ ആരും മറിച്ച് ചെയ്യാനുണ്ടാവില്ല. അപ്പൊ എല്ലാരും ജയിച്ചു. ആണോ? റിയാസിനാണ് മുൻതൂക്കം. അതെന്തുകൊണ്ടാണ് റിയാസിന് മുൻതൂക്കം എന്ന് പറയുന്നത്? റിയാസ് ഇപ്പോൾ ബേപ്പൂര് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവർ. അതെന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? UDF വന്ന ആളല്ലേ. ആണോ? അതുകൊണ്ടാണോ? എന്ന് പറയാൻ വെച്ചാൽ മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്നാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. റിയാസിനായിരിക്കും. അതെന്തുകൊണ്ടാണ് റിയാസിനായിരിക്കും എന്ന് പറയുന്നത്? കുറെ കാലമായിട്ട് നല്ല പ്രവർത്തനങ്ങളുണ്ട്. ആണോ? രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. എന്നാലും റിയാസ് ജയിക്കട്ടെ. അതെന്തുകൊണ്ടാണ് ജയിക്കട്ടെ എന്ന് പറയുന്നത്? ജയിക്കട്ടെ എന്ന് പറയുന്നത് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ റിയാസാവാനാണ് സാധ്യത കൂടുതൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് ഇപ്പോൾ ജനപിന്തുണ ഒക്കെ ഇപ്പോൾ റിയാസിനാണല്ലോ ഇപ്പോൾ വരുന്നത്. ആണോ? റിയാസാണ് ചാൻസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുറച്ചുകൂടി ആക്റ്റീവ് ആണല്ലോ റിയാസ്. ആണോ? ആക്റ്റീവ് ആണോ? കുറച്ച്. അത് പി വി അൻവർ എന്ത് നോക്കാനാണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മാറ്റം വേണമെന്ന് എല്ലാരും ആഗ്രഹിക്കില്ലേ? അതന്നെ റിയാസ് ആയിരിക്കും. റിയാസോ? അതെന്തുകൊണ്ടാ? അത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെക്കൊണ്ട്. ആണോ? റിയാസ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? LDF സർക്കാർ വികസനം നടത്തുന്നതിനെ കൊണ്ട്. ആണോ? അൻവർ ജയിക്കണം. ഒരു മാറ്റം ആവശ്യമാണ്. അതാണ് ഒരു മാറ്റം ആവശ്യം. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഇതില് ഭരണത്തിന്റെ മോശം ആണ്. അൻവർ ഉണ്ടാവില്ല. അൻവർ ഉണ്ടാവില്ല. എന്തുകൊണ്ട് അൻവർ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം? അൻവർ ഉണ്ടാവില്ല. മൂപ്പരെ കളി അങ്ങനെയാണല്ലോ, നമ്മള് കുറെ കണ്ടല്ലോ. എന്ത് കളിയാ? എന്തൊക്കെ കളിയാണ്. ഒരു സീറ്റ് കൊടുത്തിട്ട് അത് ഇട്ടെറിഞ്ഞ് പോകുന്നതല്ലോ MLA ആയിട്ട്. ആര് ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ. ജയിക്കാൻ റിയാസ് ജയിച്ചോട്ടെ. നീ ആണോ? സ്ത്രീകളെ ഒന്നും അറിയില്ല ഈ അൻവർ ബഹുമാനപ്പെട്ട. അതുകൊണ്ട് റിയാസിനെ സ്ത്രീകൾക്ക് അറിയും. അപ്പൊ അതുകൊണ്ട് ആര് ജയിക്കാനാ സാധ്യത? സ്ത്രീകളുടെ ഇത് നോക്കുകയാണെങ്കിൽ മന്ത്രി റിയാസാണ് ജയിക്കാൻ സാധ്യത. പിന്നെ 2 ഭരണം കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഭരണം ആയതുകൊണ്ട് അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റില്ലല്ലോ. ആണോ? റിയാസിനാ പിന്നെ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞെന്തോ ആരാന്ന് അറിയില്ല. ആണ്. അറിയാത്ത പിന്നെ നമ്മൾ പറഞ്ഞു. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ആണോ? ആര് ജയിച്ചാലും കുഴപ്പമില്ല. അറിയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താന്നുള്ള അറിയില്ല. അതാണ്. അതെന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? എന്തുകൊണ്ട് നല്ല വികസനം നടത്തിയിട്ട്. ആണോ? ഓ, അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. അൻവറായിട്ട് റിയാസിന്റെ ഇവിടുത്തെ ആള് അൻവർ റിയാസിന്റെ കൂടെ ജയിക്കും. എന്താ അൻവർ ആര് ചോദിക്കുന്നത്? അൻവർ ഇവിടെ അൻവർ ജയിച്ചാ പോകും BJP. ആണോ? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അപ്പോ അങ്ങനെ പോയി വരുന്ന ആളാണ് അത്. ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇല്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ ആരാണ്? ബലാബലാണ് നോക്കുക. ആണോ? അത്രേ ഉള്ളൂ. ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? അതും പറയാൻ പറ്റില്ല. ഇല്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കും എന്നുള്ള? അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. MLA ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അൻവർ ജയിക്കും എന്ന് പറയുന്നത്? അൻവർ ജയിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാല് ഇവിടെ 10-29 കൊല്ലം മുതലായി റിയാസ് ഭരിക്കണത്. ഒരു ഗുണം ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഇവിടെ പലതും ചെയ്തിട്ട് ഒരു ആശുപത്രി വരെ എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഭരിക്കണത് ഗവൺമെന്റ്? അത് അതിന്റെ പേരിൽ അൻവർ ജയിക്കണം. ഒരു മാറ്റം വരണവിടെ. എന്താണ് മാറ്റം വേണ്ടേ? അൻവർ ജയിക്കാൻ സാധ്യത. അൻവറാ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അൻവർ എന്ന് പറഞ്ഞ ഒരു മാറ്റം പറ്റ. മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് അങ്ങനെ? ഇവിടെ അത്യാവശ്യം വികസനമാക്കി ബേപ്പൂര്. ആണോ? ഇവിടെ അൻവർ ജയിക്കാനുള്ള സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്ന് വെച്ചാൽ ഇതുവരെ കുറെ മാറ്റങ്ങൾ നൽകാൻ ഇടവഴി എന്തും നന്നാക്കിയതല്ലാതെ ഇത് നടന്നില്ല. പിന്നെ വെൽഫെയർ പാർട്ടിന്റെ ഒരു കഴിഞ്ഞ ഇതിലാണ് ഇയാൾ ജയിക്കുന്നത്. അൻവറാണ്. അൻവറാ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്നിട്ട് ഉറപ്പായി. ആണോ? അൻവറാണോ? ആണ്. മുഹമ്മദ് റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസോടെ വികസനം ചെയ്തുകൊണ്ടാണ്. ജയിക്കും. ഇവിടെ മണ്ഡലം ചുവന്ന മണ്ണാണല്ലോ. ഇവിടെ സഖാവ് ചാത്തുര്യ മാഷ് വരെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് എതിരില്ല തെരഞ്ഞെടുത്ത ആളുകളല്ലേ. ആ കാര്യത്തിൽ ഞാൻ അഭിപ്രായമില്ല. അതുകൊണ്ടാ അഭിപ്രായമില്ല. പൊതുവെ രാഷ്ട്രീയമായിട്ടുള്ള ഇല്ല. റിയാസ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ആണോ? കാണുന്നുണ്ട്. ആണോ? റിയാസ്. അതുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്. ആണോ? നല്ല വ്യക്തി എന്തുകൊണ്ടാണ് പറയുന്നത്? വ്യക്തിത്വ നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടമാണ്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മൂപ്പരാണ് ഉസാറ്. ആണോ? അടിപൊളി. അത് അൻവർ. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? അല്ല, ഇവിടെ ഒരു മാറ്റം വേണം. ആണോ? അതുകൊണ്ടാണ് അൻവറിന്റെ പേര് പറയുന്നത് അല്ലേ? അതിപ്പോ റിയാസാണ് മുൻകടന്ന് ഇവിടെ ഉള്ളത്. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? അല്ല, ഓനാണ് ഇവിടുത്തെ ഇപ്പൊ ഭരിക്കുന്ന പോനാണ്. അപ്പൊ അതിനെ കൊണ്ടാണ്. ആണോ? കാരണം വെച്ചാൽ ഓർക്കനായിരിക്കും നമ്മുടെ ഭൂരിപക്ഷം ഓർക്കനായിരിക്കും. ആണോ? അത് അൻവർ. അൻവറാ? അതുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്?
നല്ല പ്രവർത്തനമാണ്. ആണോ? നല്ല പ്രവർത്തനം. ഇവിടെ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അൻവർ അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? ഒരു പുതിയ താരമാണ്, അതുകൊണ്ട് ജയിക്കണമെന്നാ? അത് റിയാസ് തന്നെ ഒരു അതെന്തുകൊണ്ട് അങ്ങനെ അത് റിയാസ് തന്നെ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് പറയാനില്ല, ഇവിടുത്തെ ജനപ്രിയനാണ് അതന്നെ. ആണോ? ഓ റിയാസ് ആണോ? എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസ് പല ആരോഗ്യം ഇവിടെ ചെയ്യണ്ടല്ലോ, അപ്പൊ അതിനോണ്ട് എല്ലാവർക്കും ജനങ്ങൾക്ക് ഓരോട്ടുള്ള താല്പര്യം ഉണ്ടാവും. ആണോ? റിയാസ് തന്നെ. ഇത് കോട്ടാണെന്ന് CPM-ന്റെ എന്തുകൊണ്ടാ അങ്ങനെ പറയാം? റിയാസ് വികസനല്ലേ, അനുഭവ രാഷ്ട്രീയല്ലേ ജനങ്ങൾക്ക്, അത് മനസ്സിലാക്കൂല ജനങ്ങൾ. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനം വികസനം ജയിക്കുന്ന പറയുന്നത്? മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാ? വികസനം ആണോ? നല്ല വികസനമാണോ? ജയിക്കും. റിയാസോ? എന്തുകൊണ്ടാ റിയാസ് ജയിക്കുന്നത് കൃത്യമായി പറയുന്നത്? നല്ല വികസനം നടത്തിയത്. ആണോ? ജയിക്കുന്ന പറയുന്നത്? ജയിക്കും. റിയാസാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഞാൻ അതിന്റെ പാർട്ടിയാണ്. ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് അതിൽ ക്ഷേമനിധിയിൽ കിട്ടുന്നുണ്ട്, ആണോ? എല്ലാ സൗകര്യം ഉണ്ട്. അതുകൊണ്ട് റിയാസ് ജയിക്കുന്നു. വരുള്ളൂ, റിയാസേ വരുള്ളൂ. റിയാസ് ജയിക്കും. എന്തുകൊണ്ടാ റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിന്റെ അയാൾ നല്ലൊരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളെ കണക്കൂട്ടല്. അതാണ് അതുകൊണ്ടാണ്. അല്ലാതെ ബേപ്പൂരിൽ എന്താ ചെയ്തേ? ഇവിടെ ഇപ്പൊ റോഡ് വികസനം പറഞ്ഞിട്ട് കൊല്ലത്തിലായിട്ട് ഇവിടെ ടച്ച് പോയിട്ട് ജോബിൽ തുറന്നു നോക്കി ഇവിടുത്തെ കഥ അറിയണേ. റിയാസാവുന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പ്രതീക്ഷ? ബേപ്പൂരിന് കുറച്ചുകൂടെ മെച്ചം ഉണ്ടായിട്ടുണ്ട് റിയാസിനെ കൊണ്ടാണ് ഞാൻ കാഴ്ചയിൽ കാണുന്നത്. ആണോ? അങ്ങനെയാണ് വരുന്നത്. വികസനം ഉണ്ടായിന്നാ പറയുന്നത്? വികസനം ഉണ്ടായിന്നാണ്. വികസനം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭയങ്കര ബേസിക്കലി ഇതൊക്കെ ഇത് തന്നെ. ഇവിടെ പണ്ട് ഫുള്ള് ചളിയായി കിടന്ന ഏരിയ ആണ് ഇതൊക്കെ. ഇതൊക്കെ നല്ല വൃത്തിയായി ഇപ്പോ. വൃത്തിയായി, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പാതി ജയിച്ചാലും കണക്കല്ലാണ്, പക്ഷെ റിയാസ് ജയിക്കുകയാണെങ്കിൽ റിയാസ് ജയിക്കട്ടെ. ആണ്. അൻവറാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാ അങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം? അൻവർ കുറച്ച് നല്ല ഒരു എന്താണ് ഇവിടെ നമ്മളെ പെരിന്തൽമണ്ണയിലൊക്കെ നല്ല കളിക്കുന്ന ഒരാളാണ്, നല്ലൊരു വ്യക്തിയാണ്. നിലമ്പൂരാ? അല്ല സോറി, നിലമ്പൂരില്ല. അത് നല്ല വ്യക്തിയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. ഇവിടെ അനവറല്ല വേറെ ആര് ജയിക്കുക? അങ്ങനെ പറയണേ? കാലാകാലം ഒരാൾ വരിക്കുക തന്നെ, മാറി മാറി വരിക്കട്ടെന്ന്. ആണോ? ആ റിയാസ് റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ. ആണോ? എല്ലാം നല്ല പെർഫോമൻസ് ആണോ? റിയാസ് ജയിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസ് ഇവിടെ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോ എല്ലാ സ്ഥലത്തും വരുന്നുണ്ടോ. ആണോ? റിയാസ് ജയിക്കും. റിയാസ് എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? റിയാസ് നല്ല പ്രവർത്തനോടെ റോഡുകളും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. ആണോ? റിയാസ് ജയിക്കുന്നു പറയുന്നത്? ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഞങ്ങളെ മണ്ഡലത്തില് റിയാസാണ് ഇവിടെ നല്ല പുരോഗമനം കാഴ്ചവെച്ച ആള്. ആണോ? റിയാസാണ് ജയിക്കുക? റിയാസാണ് ജയിക്കുള്ളൂ. റിയാസ് ജയിക്കുന്ന ഞങ്ങൾ ആഗ്രഹം. UDF ജയിക്കണം എന്നുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ചെറിയൊരു മോശമാണ് ഭരണം. ആണോ? അൻവർ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ? അത് പറഞ്ഞാല് ഇവിടുത്തെ വികസന പോരായ്മ ഉണ്ട്. ആണ്. അൻവർ ജയിക്കുന്നു പറയുന്നത്? അൻവർ ജയിക്കും. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസനത്തിന്റെ പാതയിൽ മുന്നേറ്റം തന്നെയാണ്. ടൂറിസം മേഖലയിൽ വളരെ മുന്നേറ്റം തന്നെയാണ്. ജയിക്കുന്നില്ല പറഞ്ഞു. റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസാറിന്റെ വികസനങ്ങളുണ്ട്, അതുകൊണ്ട് ജയിക്കും. ആണോ? അതെ, ഉറപ്പാണോ? ഞാനൊരു മാർക്സിസ്റ്റുകാരൻ കൂടിയാണ്, അതുകൊണ്ട് എന്റെ പാർട്ടിന്റെ വോട്ട് റിയാസിനാണ്. ആണോ? അതെ. റിയാസ്. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? റിയാസിന്റെ പേരാണെങ്കില് മൂപ്പര് എന്താ പറയാ, കുറച്ച് വികസനമായാലും ഇതായാലും ചെയ്യുന്നുണ്ട്. ആണോ? അത് അൻവറെ ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? അൻവർ നല്ലൊരു വ്യക്തിയായിട്ട്. ആണോ? അൻവർ ജയിക്കുന്നു പറയുന്നത്? പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല, രാഷ്ട്രീയല്ലേ. ആണോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ട് പറയാൻ പറ്റൂല. അല്ല, മുഹമ്മദ് റിയാസ് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാളെ പ്രവർത്തന രീതി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ തൃപ്തികരമാണ്. ആണോ? സെറ്റാണോ? ആണ്. റിയാസ് തന്നെ. എന്തുകൊണ്ടാണ് റിയാസിന്റെ പേര് പറയുന്നത്? ബേപ്പൂർ മണ്ഡലം റിയാസിന് എപ്പോഴും LDF അനുകൂലമായിട്ടാണ് വരുന്നത്. ആണോ? അതുകൊണ്ടാണ് റിയാസ് ജയിക്കുന്നു പറയുന്നത്? അതെ. ഇവിടെ റിയാസിനാ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കൂടുതൽ ഇവിടെ ഒരു 2 വർഷത്തിന്റെ ആൾക്കാരാണ് ഉള്ളത്. ആണോ? റിയാസ് ജയിക്കുന്നു പറയുന്നത്? മിക്കവാറും റിയാസിനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഒരുപാട് വികസനങ്ങൾ നമ്മൾ വാർഡിൽ ചെയ്തിട്ടുണ്ട്. വാർഡിലല്ല, മണ്ഡലത്തില്. ആണോ? പിന്നെ അതുകൊണ്ട് അത് മാത്രമല്ല, റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിചയസമ്പന്നനായ ഒരാളാണ്. ആണ്. പിന്നെ റിയാസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് റിയാസ് ജയിക്കാനാ സാധ്യത എന്ന് പറയുന്നത്? എന്താ പറയാ, ഇതേപോലെ എല്ലാ സ്ഥലത്തും എല്ലാ പരിപാടിക്കും എത്തിപ്പെടലുണ്ട്. ആണോ? റിയാസ് തന്നെ ആയിരിക്കും ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലത്. ആണോ? അത്രേ ഉള്ളൂ. ആണോ? തീർച്ചയായിട്ടും റിയാസ് ജയിക്കും. എന്തുകൊണ്ടാ തീർച്ച പറയുന്നത്? ഈ മണ്ഡലം അതിന് മാത്രം വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആണോ? അതുകൊണ്ടാണോ അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്? തീർച്ചയായിട്ടും. അൻവറാ ജയിക്കുക. എന്തുകൊണ്ടാണ് അൻവറിന്റെ കാര്യം പറയുന്നത്? കാരണം പുതിയൊരു ഇത് വരട്ടെ, വേറൊന്നല്ല. കാരണം നമുക്കൊരു മാറ്റം വേണമല്ലോ. റിയാസ് കഴിഞ്ഞ ജയിച്ച് പുതിയ 2 വർഷമാണ് ഇവിടെ ജയിച്ചുകൊണ്ട് പോയത്. 77 ജയിച്ചാണ് ഇവിടെ ഈ UDF. വീണ്ടും UDF വരച്ച അൻവർ ജയിക്കുന്നതല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ലൊരു മാറ്റം പറ്റേ ഒരാളെന്താക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മാറ്റം വരും. സാധ്യത റിയാസിനാ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് വെച്ചാല് അൻവർ ഇവിടുത്താരനല്ലാത്തോണ്ടും അങ്ങനെയുള്ള സാഹചര്യം നോക്കുമ്പോൾ
സാധ്യത കൂടുതലും റിയാസിനാണ്, മുഹമ്മദ് റിയാസിനാണ്. ഒരുപാട് വികസനം കൊണ്ടെന്നാണ് റിയാസ്. കാരണം ബേപ്പൂർ ഫെസ്റ്റിവലും അങ്ങനെയുള്ള അവിടുത്തെ കാരണം ഒരുപാട് കാരണങ്ങൾ എഴുതി കാണിക്കാൻ പ്രശ്നം പോലെ ഉണ്ട്. പിന്നെ ഈ 5 കൊല്ലത്തെ ഭരണത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നല്ലൊരു ലെവലിലെത്തിയില്ല. ആര് ജയിക്കുന്ന ജയിക്കാൻ യാതൊരു സംശയമില്ല, റിയാസ് ജയിക്കും. ആണോ? റിയാസായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനാണല്ലോ അങ്ങനെയാണോ? ഭരണസമിതി പോലീസ് ഉപയോഗിക്കല് ഇപ്പൊ പോവും അങ്ങോട്ട്. ആണോ? അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കും. അതെന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? അതുകൊണ്ട് പേര് പറയാനുള്ള കാര്യമുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. അൻവറാ? ജയിക്കാനാണ് സാധ്യത കാണുന്നത്. റിയാസിന്റെ പേര് പറയുന്നത് ജയിക്കാൻ സാധ്യത കാണണേ അതുമാണ്. ഈ റിയാസ് ജയിക്കും. അതെന്തുകൊണ്ട് റിയാസ് ജയിക്കും? റിയാസിന്റെ പ്രവർത്തനം നല്ല മേഖലയിലാണ് ഇവിടെ. ആണോ? റിയാസ് അൻവറിന് എത്രത്തോളം ചാൻസ് ഉണ്ട്? അൻവർ 0 ചാൻസ്. ആണോ? അതിന്റെ അങ്ങനെ പറയണേ? അൻവർ ആളെ പറ്റിച്ചു പോകുന്നതല്ലേ. കഴിഞ്ഞ ഗവൺമെന്റിൽ MLA ആയി ആര്യാട മുഹമ്മദിനെ ഒക്കെ കൂടെ നിന്ന് ആര്യാട മുഹമ്മദിനെ പറ്റിച്ചു. അങ്ങനെ എല്ലാരും പറ്റിച്ചു. അതിന്റെ ഇടയിൽ വാർത്തകൾ വന്നതല്ലേ. ഞാൻ തീരെ റിയാസ് ജയിക്കും നിർബന്ധമായി. ആര് ജയിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 2-3 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. പിന്നെ നല്ലൊരു വികസനമാണ്. ആ. മൂപ്പിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ടൂറിസം വകുപ്പ് നല്ല കൈകാര്യം ചെയ്യുന്നുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ 300 പേരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ഞങ്ങൾ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട്. ഈ സർവേയിൽ പങ്കെടുത്ത ഈ 300+ ആളുകൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.